اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله لا إله إلا الله كل يوم هو في سبب. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان പാടിപ്പറഞ്ഞാൽ തീരുകയില്ല ദീർഘം പരനയതല്ലേ നിന്റെ പുണ്യ സ്വർഗം. തനിയ റബ്ബേ കാണുവാനാ വീട് കുതിരുണ്ട് വല്ലാതെപ്പോഴും. അതിനോ വാങ്ങുവാൻ അത് നിന്റെ വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും മജ്‌ലിസുന്നൂറിനായി നൽകിടണേ ഞങ്ങളിൽ നീയത് മഖ്ബൂലതായി. ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ. നാളെ നിന്റെ സ്വർഗലോകം തന്നിലായി. നഫ്സീൽ ഹൈ നഫ്സീൽ ഹൈ നഫ്സീൽ ഹൈ നമഹൽ സമാ തേരാ ഫർസ് ഹൈ വഹി ബൂരിയാ. അനുഗ്രഹീതമാണീ സംഗമം, അവർണ്ണനീയമാണീ മഹോന്നതം.
ഇസ്ലാമിക ചരിത്രത്തിന്റെ പ്രോജ്വലമായ സമരഗാഥയായ ബദറിന്റെ ഓർമ്മകൾ തുയിലുണർത്തുന്ന വേദിയാണ് മജ്ലിസുൻ നൂർ. ബദരീങ്ങളുടെ അപദാനങ്ങൾ പറഞ്ഞ മജ്ലിസാണിത്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ അല്ലാഹ്. അഭിവന്ദരായ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദുമാരെ, എന്റെ പ്രിയ സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശിഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ, കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി സദസ്സിലില്ലാതെയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, എല്ലാവരെയും കാരുണ്യവനായ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ ഒരു രാത്രിയിലാണ് ബദറിൽ മഹാന്മാരായ 313 ആളുകൾ സംഗമിക്കുന്നത്. പരിശുദ്ധ റമദാനിന്റെ 16ാം രാത്രിയിൽ ഇതുപോലെ മഴ പെയ്തൊരു രാത്രിയിലാണ് ഒരുമിച്ചു കൂടിയത്. അപ്പോൾ ഈ സദസ്സിൽ മഴ പെയ്തു എന്നത് ചരിത്രത്തിന്റെ മനോഹരമായ ഒരു പുനരാവർത്തനമായി നമ്മൾ കാണുക. ബദർ കേവലം ഒരു ചരിത്ര കഥാകഥനമല്ല, ബദർ ഒരു അടയാളമാണ്, ബദർ ഒരു വഴികാട്ടിയാണ്. വർത്തമാനകാലത്ത് നമുക്ക് കരുത്തു പകരേണ്ട ചരിത്രത്തിന്റെ ഓർമ്മ, ഭാവിയിലേക്ക് ഊർജദായികയായ ഒരു പ്രചോദന സ്രോതസ്സാണ് ബദർ. ഈ രാത്രിയിൽ നമ്മളിരുന്ന് ആലോചിച്ചു നോക്കേണ്ട ഒരു വിഷയം, നാളെ നമ്മുടെ പ്രദേശത്തൊരു ബദർ നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ സദസ്സിലെ എത്രയാളുകൾ അതിൽ പങ്കാളിത്തം വഹിക്കാനുണ്ടാകും? പറയുന്ന ഞാനുണ്ടാകുമോ അത്തരമൊരു സദസ്സിൽ പങ്കാളിയാകാൻ? ഇതുപോലെ മഴയുള്ള ഒരു രാത്രി ബദറിന്റെ പടക്കളത്തിന് സമീപമുള്ള മനോഹരമായ ഒരു കുന്നിൻ ചെരുവിൽ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര മതി. സഹാബത്തിനെ കൂട്ടി വന്ന ഒരു മുഹൂർത്തത്തെ കുറിച്ച് ആലോചിച്ചു നോക്കി. മദീനയിൽ നിന്ന് 150-ലേറെ കിലോമീറ്റർ ദൈർഘ്യമുള്ള ബദറിലേക്ക് പരിശുദ്ധ റമദാനിന്റെ 16ന്റെ പകലിൽ കാലിൽ ചെരുപ്പിടാതെ തപിക്കുന്ന സൈകതപ്പരപ്പിലൂടെ നോമ്പ് നോറ്റൊട്ടിയ വയറുമായി, പൊട്ടിയ 2, 3, 4 ആളുകളുമായി, നൊണ്ടി നടക്കുന്ന 4-5 കുതിരകളുമായി, അത്താഴം കഴിക്കാൻ ഒരു കീറ് ഈത്തപ്പഴത്തിന്റെ ചുളയില്ലാതെ മറ്റൊന്നുമില്ലാത്ത, വിഭവങ്ങളില്ലാത്ത, വിഭവസമൃദ്ധമായ സദ്യകളില്ലാത്ത സഹാബത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിനു വേണ്ടി അങ്ങോട്ട് വരികയായിരുന്നു. ആ രാത്രിയിൽ നടത്തത്തിന്റെ ക്ഷീണം കൊണ്ടവർ ഉറങ്ങിപ്പോയി. നേരിയ മയക്കത്തിലേക്ക് അവർ വീണുപോയി. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴും സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടത്തെയുടെ ഉത്തരീയം, അവിടത്തെയുടെ ഷാള് നിലത്ത് വീണ് കിടക്കുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട്
ബദറിന്റെ മലഞ്ചെരുവിൽ ഹബീബായ റസൂലുള്ളാഹ് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, നാളെ ഉശസ്സുണർന്നാൽ ബദർ നടക്കാൻ പോവുകയാണ്. അറബിക്കടലിന്റെ അലമാലകളെ പോലെ ആർത്തലച്ചു വരുന്ന മക്കയിലെ കൊടുമ്പിരി കൊണ്ട കാഫിരീങ്ങളുടെ സേനയാണ്. ആയുധപാണികളായി സർവാഭരണ വിഭൂഷിതരായി വന്നു നിൽക്കുന്നത്. ബദരീങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവരുടെ കയ്യിൽ സന്നാഹങ്ങളില്ല, അവരുടെ കയ്യിൽ അല്ലാഹുവിനോടുള്ള അഭിനിവേശമല്ലാതെ, ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹമല്ലാതെ, അല്ലാഹുവിന്റെ ദീനിനോടുള്ള പ്രതിബദ്ധതയല്ലാതെ ഒന്നുമില്ല. ഈ കൊച്ചു സേനയെങ്ങാൻ നാളെ പരാജയപ്പെട്ടു പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരാളുണ്ടാകില്ല രക്ഷിതാവേ, ഒരാൾ പോലും ഉണ്ടാകില്ല രക്ഷിതാവേ. പരിശുദ്ധ പ്രവാചകനെ നമുക്ക് വേണ്ടി പൊട്ടി പൊട്ടി കരയുകയാണ്. രാത്രിയിൽ തേങ്ങിക്കരച്ചിൽ കേട്ടിട്ട് നിഴലില്ലാത്ത നബിയുടെ നിഴലായി നടന്ന അബൂബക്കറിന് അബീ ഖുഹാഫാ ചാടി എഴുന്നേറ്റുകൊണ്ട് പ്രവാചകന്റെ തോളിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. യാ റസൂലല്ലാഹ് കഫാക് 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 യാ റസൂലല്ലാഹ്. മദിയാത്ത് നബിയേ, കരച്ചിലൊന്ന് നിർത്ത് ഹബീബേ. അബൂബക്കറിന് സഹിക്കാൻ വയ്യ നബിയേ, അങ്ങിങ്ങനെ കരയില്ല നബിയേ. അല്ലാഹു നിങ്ങളെ കുരുടൻ കയ്യോടെ വിടില്ല ഹബീബേ. തന്റെ കൂട്ടുകാരന്റെ സമാശ്വാസത്തിന്റെ വാക്കുകളിലൊന്നും ആശ്വാസം കൊള്ളാതെ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നു കൂട്ടുകാരനോട് പറയാ, അബൂബക്കറേ, കഴിഞ്ഞ സമുദായത്തിന്റെ പ്രവാചകന്മാർ നിർണായകമായ പ്രതിസന്ധി വേളകളെ നേരിടേണ്ടി വന്നപ്പോ അവരുടെ പ്രിയപ്പെട്ട അനുയായികളല്ല ആവശ്യമായ സമയത്ത് ഒഴിഞ്ഞുപോയി. അബൂബക്കറേ, നാളെ പ്രഭാതത്തിൽ ഈ ചെറിയ സേനയും ആ വമ്പിച്ച സേനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ ആരൊക്കെയാണ് ഇല്ലാതെയായുക? അങ്ങനെ സംഭവിച്ചാൽ ബദറിലെങ്ങാൻ പരാജയപ്പെട്ട ബുദ്ധിമുട്ടെന്ന് അബൂബക്കറേ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് മുഹമ്മദ് എങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് പറഞ്ഞു തീർന്നില്ല. സപ്താകാശ ലോകത്ത് നിന്ന് സമാശ്വാസത്തിന്റെ ചിറകടിയുമായിട്ട് ഇളം തെന്നൽ പോലെ ഇറങ്ങി വരികയാണ് ബദറിന്റെ മലഞ്ചെരുവിലേക്ക്. ഇതുപോലെ മഴ പെയ്ത് തണുത്തുറഞ്ഞ രാത്രി സമാശ്വാസത്തിന്റെ രീതികളുമായി ഇറങ്ങി വരികയാ. മലക്ക് ജിബ്രായീൽ, യാ റസൂലല്ലാഹ്, നിങ്ങൾ പേടിക്കല്ല നബിയേ, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക മുർദിഫീൻ. നബിയേ, അങ്ങ് സഹായം തേടിയ സന്ദർഭം അല്ലാഹു ഉത്തരവിടുന്നു. നബിയേ, ആയിരക്കണക്കായ മലക്കുകളെ കൊണ്ട് നിങ്ങളെ സഹായിക്കുമെന്ന്. പഠിച്ച വീട്ടിൽ മുത്തേട്ടയിൽ കുഞ്ഞിബാബു എന്നിവരുടെ ഭാര്യയും അലി കുഞ്ഞിമോൻ എന്നിവരുടെ മാതാവുമായ ഇറച്ചാട്ടുചക്കയിൽ ആയിഷ എന്നിവർ മരണപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു. പടിഞ്ഞാറ് വശം താമസിക്കുന്ന പരേതനായ പഠിച്ച വീട്ടിൽ മുത്തേട്ടയിൽ കുഞ്ഞിബാബു എന്നിവരുടെ ഭാര്യയും അലി കുഞ്ഞിമോൻ എന്നിവരുടെ മാതാവുമായ ഇറച്ചാട്ടുചക്കയിൽ ആയിഷ എന്നിവർ മരണപ്പെട്ട വിവരം അറിയിച്ചുകൊള്ളുന്നു.
അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട ആളുടെ ഖബറിനെ സ്വർഗ്ഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊടുക്കുമാറാകട്ടെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷവുമായി ജിബ്രീലിന്റെ ആശ്വാസവചനം ഇറങ്ങുകയാണ്, അല്ലാഹുവിന്റെ കലാം ഇറങ്ങുകയാണ്. എങ്ങനെ ടെൻഷൻ ആകാതിരിക്കും ഹബീബികളെ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി മോയിൻകുട്ടി വൈദ്യർ രണ്ടു സേനയും തമ്മിൽ വരുന്ന വരവ് വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ കാഫിരീങ്ങളുടെ വരവ് പറഞ്ഞപ്പോൾ അവരുടെ അഹങ്കാരത്തെക്കുറിച്ച്, അവരുടെ വരവിനെ കുറിച്ച് ചടുലമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഈ വെളിയങ്കോടിരിക്കുന്ന ഈ കാരണന്മാരൊക്കെ ബദർ പടപ്പാട്ട് നന്നായി അറിയുന്നവരാണെന്ന് എനിക്കറിയാം. ഞാനതിൽ വലിയ മാസ്റ്റർ ബിരുദം എടുത്ത ആളൊന്നുമില്ല. എന്നാലും മോയിൻകുട്ടി വൈദ്യർ വല്ലാത്തൊരു പ്രതിഭയാണ്. അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂജഹൽ വരുന്നത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അങ്ങനെ ആ വരിയിൽ തന്നെ ഉണ്ട്. ഞാനത് മുഴുവൻ പാടില്ല. ആ വരിയിൽ തന്നെ ഉണ്ട് അല്ലേ, ഭയങ്കര അഹങ്കാരത്തോടെ വരും. വേറൊരു വരി പറഞ്ഞു, തുടരമത്തളവും മുരശോട് മറുവ ഒറ്റകളും ബജയോട് തുടികൾ തപ്പുകളും കൈമണി തൊലികൾ താശികളാൽ കുടുംബ പുല്ലുകൾ ഉള്ള ചോളകൾ കൊമ്പ് ചങ്കുകളാൽ തികതികൾ കോളു താളമേ ഓടിച്ചാടിയും സപ്പ് നെയ്പുകയായി കിടുകിട നെടിയ നെടികളും ചെടിയ മുഴുകിട സമയ സനനുട ഉടവയിടയിട ചിറക കയറിയും ഇടയിൽ നട പുനവ വരി വരി വരികൾ നിക്കവതായും ഇടയിൽ നിക്കവതായും മറുവ ഒക്കുവതായും അണികളിപ്പടിത്തായും ധീരിത പോര സുജായികളായുധ പൊതുവെ അണിയവ വേടുമീര കൊടുമയപ്പാൽ കണക്കാര. ഖുറൈശികളുടെ വരവ് പറയാൻ എന്തൊരു ചടുലമായ പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നിരത്തിവെച്ചത്. ഇതില് അറബിയുണ്ട്, മലയാളമുണ്ട്, തമിഴുണ്ട്, പേർഷ്യൻ ഭാഷയുണ്ട്. ഒരു സങ്കര ലാംഗ്വേജാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. ഓരോ വരിയുടെ അർത്ഥം വെച്ചാൽ ഇന്ന് സുബി വരെ പറഞ്ഞാൽ തീരില്ല. നമ്മൾ അത്താഴം വരെയാണ് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. അത്താഴം വരെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അത്താഴം കഴിച്ചങ്ങ് പോവാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പൊതുവെ ഇത് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ആകെ ഒരു തൃശ്ശൂർ പൂരം വരുന്ന വരികയാണ് അല്ലേ, ഇളകി പോലെ. കാരണം അവർക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഉണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ 313 ആളല്ലേ. എന്നാൽ മലയാളത്തിന്റെ മഹാപ്രതിഭാശാലി അള്ളാന്റെ റസൂല് വരുന്ന വരവ് പറയുമ്പോ അദ്ദേഹത്തിന്റെ തൂലിക ശാന്തമാവുകയാണ്. അങ്ങനെയാണ് നമ്മളെപ്പോഴും ശാന്തതയുടെ ആൾക്കാരല്ലേ. നമ്മൾ കൊട്ടും കുരവും എടുത്ത് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. കണ്ടോ, മജ്‌ലിസിനൂറൊക്കെ ഒരു ശാന്തമായിട്ടാണ്. അങ്ങനെ എന്താ അദ്ദേഹം പറഞ്ഞത്? ഒരൊട്ടകം എങ്ങനെയാണ് മരുഭൂമിയിലൂടെ മരുഭൂമിയുടെ കുന്നിലൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി മറിഞ്ഞിങ്ങനെ കാലെടുത്ത് വെച്ച് പോകുന്നത് എന്നതുപോലെ ഏതാണ് അവര് വളർകൊടി മൂണ്ടെണ്ണം കെട്ടിടയതിലുണ്ടയ്യല്ല വർണ്ണമതാം രണ്ടും അസുവകുമാമേ. ഒരൊട്ടകം ഇങ്ങനെ മരുഭൂമിയിൽ കാല് വെച്ച് വരുന്നമായിരില്ലേ, സ്ലോ മോഷൻ. ഇപ്പൊ സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും ചന്ദനമഴ കണ്ടിട്ട് എന്താണ് ഈ സ്ലോ മോഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒരൊട്ടകം ഇങ്ങനെ വരുന്ന പോലെ വളർകൊടി മോണ്ടെണ്ണം കെട്ടിടയതിലുണ്ടയ്യല്ല
വർണ്ണമതാം രണ്ടും അസ്വദുമാമേ. അള്ളാന്റെ റസൂലിന്റെ സേന വരുന്നത് ഞങ്ങൾ ആരെയും കൊല ചെയ്യാനെന്ന അഹങ്കാരത്തോടെയല്ല, അള്ളാഹുവിന്റെ വിധി നടപ്പിലാക്കുന്ന വിനയത്തോടെയാണ് അവർ വന്നത്. റസൂലുള്ള ദുആ ചെയ്തപ്പോ അബൂബക്കർ സമാശ്വസിപ്പിച്ചു. ആ രാത്രി അതാ മഴ പെയ്തു. അല്ലാഹു അതിനെ കുറിച്ച് പറഞ്ഞു, ഇത് യുവശീകുമുൻ നുആസ് അമനതൻ മിൻഹു. അല്ലാഹു നിങ്ങൾക്കൊരു മയക്കം നൽകിയത് ഓർക്കണേ നബിയേ, അതൊരു മനഃശാന്തിക്ക് വേണ്ടി നൽകിയതാ. വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാആ. ആകാശലോകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് മഴ നൽകിയില്ലയോ? ബദറിന്റെ 16 രാത്രിയിലാണ്. അതെ, ഇന്ന് നമ്മൾ ഈ മജ്‌ലിസിനോട് ഒരുമിച്ച് കൂടിയത് 16 രാത്രിയിലാണ്. നേരത്തെ മഴ പെയ്തപ്പോൾ ചിലരെങ്കിലും ആഹ്ലാദിച്ചു, ടാർപ്പായി ഒന്ന് പൊളിഞ്ഞു പോകട്ടെ, മഴയൊന്ന് ആത്ത് പെയ്യട്ടെ. എന്തിനാകും അങ്ങനെ കരുതിയിട്ടുണ്ടാവുക? ഇവിടെ ആരെയാ നമ്മൾ തെറി പറയുന്നത്? ഇവിടെ ആരെയാ നമ്മൾ കുറ്റം പറയുന്നത്? ഇവിടെ ബദരീങ്ങളുടെ മദ്ഹല്ലാതെ നമ്മളൊരാളെയും പറയാൻ ഒരുമിച്ച് കൂടിയതല്ല. എന്തിനാ വിദൂരങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തിയത്? പന്നിത്തടത്തിന് വന്നവരുണ്ട്, ചാവക്കാട്ടെന്ന് വന്നവരുണ്ട്, ഒട്ടേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നത് മജ്‌ലിസുന്നൂറിന്റെ പുണ്യം റമളാനിലുണ്ടാകാനാ. ഈ ഇരിക്കുന്ന KICR ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും എത്രയോ ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാഷണത്തിന്റെ മികവ് കേൾക്കാനില്ല. എത്രയോ മനോഹരമായ പ്രഭാഷകർ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്, അഹ്ലുസ് സുന്ന വൽ ജമാഅത്തുണ്ട്. ഇതൊരു പ്രഭാഷണത്തിന്റെ മികവിനപ്പുറം ബദരീങ്ങളുടെ ഓർമ്മകളിലും ലയിച്ചു ചേരാൻ, അവരുടെ സ്മരണയിലൊന്ന് ഇളം തന്നലായി ലയിച്ചു ചേരാൻ, അവരുടെ മധുരിന്റെ പൂമഴയൊന്ന് നനയാൻ. ശേഷം ഇവിടെ മജ്‌ലിസുന്നൂറിന്റെ ദുആ നടക്കുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് നിന്നിലേക്ക് അറിയിക്കാൻ, ബദരീങ്ങളെ തവസ്സുൽ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മഴ നൽകിയില്ലയോ? ലിയുതഹിറകും ബിഹി, നിങ്ങളെ ശുദ്ധിയാക്കാനാ. എന്തിനാ ശുദ്ധിയാക്കുന്നത്? നടന്ന് നടന്ന് തളർന്നിട്ട് പട്ടിണി പാവങ്ങളായ ബദരീങ്ങള് ക്ഷീണിച്ച് കിടന്നുറങ്ങിയപ്പോ അവർക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. അവർ ജനാവർത്തുകാരായി. അവർക്ക് കുളിക്കണം, അവർക്ക് കുടിക്കണം, അവർക്ക് ഓതോത് ചെയ്യണം. നാളെ നടക്കാൻ പോകുന്നത് ജിഹാദാണ്, അത് ഇബാദത്താണ്, അതിൽ ശുദ്ധിയിലൂടെ കടങ്ങണം. അതുകൊണ്ട് നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടിയാ. ബദറിന്റെ രണ്ടാമത്തെ പാഠമാണ് ഞാൻ പറയാൻ പോകുന്നത്. ശൈത്താന്റെ ഇടപെടലിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാ. ഹബീബിങ്ങളെ, മഴ പെയ്താൽ എങ്ങനെയാണ് ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടുക? ഇതൊരു പാഠമാണ്. ബദറിന്റെ പുതിയ വർത്തമാനത്തെ കാലത്തെ പാഠമാണ്. ശുദ്ധിയില്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാകും. ഒരാൾ ശുദ്ധിയില്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാകും. അതൊരു പുതിയ പാഠമാണ്. നമ്മളൊരു ടാർഗറ്റിലേക്കാ പോകുന്നത്. ബദർ എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റിലേക്കാ ബദരീങ്ങൾ പോകാനിരിക്കുന്നത്. അപ്പൊ മനസ്സ് സ്വച്ഛന്തമാകണം, മനസ്സ് ശാന്തമാകണം, അല്ലെങ്കിൽ ശൈത്താൻ കടന്നു വരും. അതുകൊണ്ടാ ജനാപത്തുകാരനായി കിടന്നുറങ്ങരുത്. നമ്മൾ ദാമ്പത്യ ബന്ധത്തിലേർപ്പെട്ടാൽ അല്ലെങ്കിൽ സ്വപ്നസ്ഖലനമുണ്ടായാൽ ഉടനെ എഴുന്നേറ്റ് കുളിക്കണം, എന്നിട്ടാ കിടന്നുറങ്ങേണ്ടത്. അല്ലാതെ സുബഹി വരെ കിടന്നാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അത് കുറ്റമൊന്നുമല്ല, അത് ഹറാമൊന്നുമല്ല. പക്ഷേ അങ്ങനെ കിടക്കരുത്. അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ച, അങ്ങനെ ഒരാൾ അത്താഴം കഴിച്ച അവന്റെ വീട്ടില് ബറക്കത്തില്ല. അപ്പോ ശുദ്ധി ഉണ്ടാവുക എന്നത് ഇബാദത്തിന്റെ മാനദണ്ഡമാണ്. അതിനാ നിങ്ങൾക്ക് മഴ നൽകിയത്. അവലിയറുബിത്താലാപുരൂപിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ കെട്ടുറപ്പുണ്ടാകാൻ വേണ്ടിയിട്ടാ. സഹാബത്തിനോട് പിശാച് ഇടപെടും.
ആകെ അസ്വസ്ഥതയുള്ള നേരത്തെ പിശാച് കടന്നു വരും. പൊന്നു സഹോദരിമാരെ, അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, അടിക്കാട്ടുകൾ ഒരു മൂലയിൽ നിങ്ങൾ നിക്ഷേപിക്കല്ലേ, വീട്ടിലെ വേസ്റ്റുകൾ ഒരു ഭാഗത്ത് കൂട്ടിയിടല്ലേ. അവിടെ അവിടെ ശൈത്താൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി. ആ വീട്ടിൽ പിന്നെ സമാധാനം ഉണ്ടാകില്ല, ആ വീട്ടിൽ പിന്നെ സന്തോഷം ഉണ്ടാകില്ല, ആ കുടുംബത്തിന്റെ ഹൃദയങ്ങൾ ഇണക്കമുണ്ടാകില്ല. ബദരീങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനാ മഴ നൽകിയത്. മഴ പെയ്താൽ ചെളിയല്ലേ ഉണ്ടാവുക, കാല് കുഴങ്ങിപ്പോവുകയല്ലേ ചെയ്യുക, സ്ലിപ്പാവുകയല്ലേ ചെയ്യുക. പക്ഷെ അല്ലാഹ് പറഞ്ഞത് നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താനാ. അത് ചളിയിൽ ഉറപ്പിക്കാനല്ല, അത് കോൺക്രീറ്റിൽ ഉറപ്പിക്കാനല്ല. പിന്നെയോ ആരോഗ്യമാണ് അവിടെ പറയുന്നത്. അതേ, കുഫാറുകൾ ടെൻഷൻ അടിച്ചില്ലയോ? ബദറിന്റെ തലേന്ന് ചിറകെട്ടിയിട്ട് താഴ്വാരത്ത് ഹംസത്തുൽ കറാർ ചിറകെട്ടിയപ്പോ കുഫാറുകൾ പറഞ്ഞു മഴവെള്ളം നമുക്ക് ലഭിക്കും. പക്ഷേ മഴ പെയ്തപ്പോ വെള്ളം മുഴുവൻ ബദരീങ്ങളുടെ കെട്ടില. അപ്പൊ ഒരു വെള്ളക്കെട്ടിന്റെ അരികിൽ വന്നില്ലേ, കുടിക്കാനും കുടിക്കാനും വെള്ളമില്ലാതെ ടെൻഷൻ അടിച്ചിട്ട്. അപ്പോഴല്ലേ അലി മഹാനായ ഹംസത്തുൽ കറാർ വീരപുലി ഹംസത്തുൽ കറാർ വമ്പുറ്റ ഹംസാറലി ചാടി എണീറ്റില്ലേ? എന്നിട്ട് ചോദിച്ചു, ആരാടാ റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് വെള്ളമെടുക്കാൻ വരുന്നത്? ഒരു തുള്ളി വെള്ളം ഞങ്ങൾ തരില്ലടാ എന്ന് പറഞ്ഞ് സിംഹക്കുട്ടിയെ പോലെ അലറിയില്ലേ മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. നോക്കൂ പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ടിന് ശേഷം വെളിയങ്കോട് വെച്ചിട്ട് ബദർ അനുസ്മരിക്കുമ്പോ എന്താ നമുക്ക് നൽകുന്ന പാഠം? അള്ളാന്റെ സഹായത്തിന്റെ പാഠമാണ്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞാലും അള്ളാഹു സഹായിക്കാൻ വിചാരിച്ചാൽ, അള്ളാഹു സഹായിക്കാൻ വിചാരിച്ചാൽ സാമ്രാജ്യത്വം തുലഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ ദീനിന്റെ ശത്രുക്കൾ തുലഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ. നന്മയുടെ ശത്രുക്കൾ തകർന്നു പോകും പ്രിയപ്പെട്ടവരെ. ദൈവികമായ സഹായത്തിന്റെ വഴിയടയാളമാണ് ഇത്. അള്ളാഹു മലക്കുകളോട് വഴിയോടുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് മലക്കുകളെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു സഹായിക്കുന്നത്, ബദരീങ്ങളെ സഹായിക്കുന്നത് ഇടയാളനെ കൊണ്ടാണ്, മലക്കുകൾ എന്ന് പറയുന്ന മധ്യവർത്തികളെ കൊണ്ടാണ്, മീഡിയേറ്ററെ കൊണ്ടാണ്. ഇവിടെ ചിലവർ പ്രസംഗിക്കാറില്ലേ? അള്ളാഹിനോട് ചോദിക്കുമോ നിങ്ങള്, പടച്ചവൻ നേരിട്ട് ഡയറക്റ്റ് സഹായിക്കൂലെന്ന്? ഞാൻ ചോദിക്കട്ടെ ബദരീങ്ങളെ, എന്തേ അള്ളാഹു ഡയറക്റ്റ് സഹായിച്ചില്ല? അൽഫം മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ എന്തിനാ ബദറിൽ ഇറക്കിയത്? ഇത് മധ്യവർത്തിയായിട്ടാ. അന്നീ മഅകും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആത്യന്തികമായ സഹായത്തിന്റെ സോഴ്സ് അല്ലാഹുവാണ്. ആത്യന്തികമായ ശക്തിയുടെ അടിസ്ഥാനം അല്ലാഹുവാണ്. അല്ലാഹു അല്ലാതൊരു ശക്തിയും വ്യക്തിയും സഹായിക്കാനില്ല. പക്ഷെ അല്ലാഹു ഒരാളെ സഹായിക്കാൻ നിയോഗിച്ചാൽ അത് പറ്റില്ലെന്ന് പറയാൻ ജമാഅത്തുകാരാ നിനക്കാവില്ല പൊന്നുമോനെ. എന്റെ പ്രിയപ്പെട്ട മുജാഹിദേ, നിനക്കാവില്ല. അതുകൊണ്ടാണ് 10-30 കൊല്ലം മുമ്പ് സാന്ധ്യസ്മൃതി പോലെ, നൊസ്റ്റാൾജിയ കലർന്ന ഓർമ്മ പോലെ, ഗൃഹാതുരത്വത്തിന്റെ തണുപ്പ് പോലെ സന്ധ്യ മയങ്ങിയാൽ സർവാന്തൽ വിളിച്ചു തീരുന്നിട്ട് വെളിയങ്കോട്ട ഉപ്പയും ഉമ്മയും കുടുംബങ്ങളും പാടിയത്. ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പന.
ബദരീങ്ങളുടെ ആക്കുകൊണ്ട് അല്ലാഹുവേ നീ സഹായിക്കുമെന്ന് ശർറാന്തൽ വെളിച്ചത്തിൽ നിന്ന് ജപമണികൾ മറിച്ചുകൊണ്ട് വല്യമ്മ പാടിയ മനോഹരമായ ഓർമ്മക്കാലമുണ്ട്. പക്ഷെ പൊന്നുപെങ്ങളെ, എന്റെ വലിയ കോട്ട സഹോദരന്മാരെ, ഇന്ന് ആ നേരത്ത് പാട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ വോയിസിലെ പാട്ടാ, അത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പാട്ടാ, അത് ചന്ദനമഴയാ, അത് പരസ്പരമാ, അത് MAT മുസയാ. അതാണ് പൊന്നേ പറക്കത്തില്ലാതെ പോയത്. അതാണ് സമുദായമേ വീട്ടിൽ ടെൻഷനായത്. ബദരീങ്ങളെ സഹായം തേടിയിട്ട് അള്ളാനോട് പ്രാർത്ഥിച്ച മനോഹരമായ സന്ധ്യകളെവിടെ? വഴിയോരത്തെന്തിനാ പെങ്ങളെ വലിച്ചെറിഞ്ഞത്? പൊന്നു സഹോദരങ്ങളെ, അതല്ലേ ഇന്ന് മലക്കുകൾ അടങ്ങാത്തത്? അതല്ലേ പ്രതിസന്ധിയുടെ വേളയിൽ നിലം വിട്ട് കടഞ്ഞിട്ടും ഉത്തരം തരാത്തത്? എത്രയോ സമ്മേളനങ്ങൾ നടന്നിട്ട് എന്താ റബ്ബിന്റെ ഉത്തരം കിട്ടാത്തത്? പറക്കത്ത് പോയി പെണ്ണ്, വീട്ടിൽ നിന്ന് പറക്കത്ത് പോയി പെണ്ണ്, ചന്ദനമഴ ശൈഫാനിയെത്താ പെങ്ങള്, MAT മൂസ ശൈഫാനിയെത്താ പെങ്ങള്, ഇന്ത്യൻ വോയിസ് ശൈഫാനിയെത്താ പെങ്ങള്. ബദരീങ്ങളുള്ള വീട്ടില് എന്തിനാ ശൈഫാൻ കുടികൂട്ടിയത്? 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ രാത്രി, ഇതുപോലൊരു രാത്രി പട്ടിണി പാവങ്ങളായി പൊട്ടിയ വാളുകളുമായി, കൊണ്ടിയ കുതിരകളുമായിട്ട് ചണൽക്കാലം തെട്ടിക്കുന്ന വാളിന്റെ മുമ്പില് അതേ സോണിമ പൂത്ത പദവില് രക്തം നൽകിയത് നമുക്ക് വേണ്ടിയല്ലേ സമുദായമേ? ഇഖാമത്തുദ്ദീന് വേണ്ടിയല്ലേ സമുദായമേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയല്ലേ സമുദായമേ? എന്നിട്ടെന്തിനാ ബദരീങ്ങളെ മറന്നുപോയത്? ഇന്ന് ബദറെന്ന് പറഞ്ഞാൽ 17 നൽകുന്ന ബിരിയാണി മാത്രമായി കരുതിയില്ലേ? അന്ന് നൽകുന്ന ഇറച്ചി മാത്രമായി നൽകിയില്ലേ? അത് തിന്നുമ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ പൊന്നു സഹോദരങ്ങളെ? എന്തോ ഒരു ത്യാഗമാ, എന്തോ ഒരു ത്യാഗമാ. നാളെ വെളിയങ്കോട് ബദർ നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ഖത്തീബ് പ്രസംഗിക്കട്ടെ. എത്ര ആളുകളാ നാളെ രാവിലെ വരിക? ചിലർ വിസ എടുത്ത് പോകൂലേ ഗൾഫിലേക്ക്, ചിലർ ഓടി രക്ഷപ്പെടൂലേ? നാളെ ബദരീങ്ങൾ പോലെ നാളെ വെളിയങ്കോട് ഒരു ബദർ നടക്കാൻ പറഞ്ഞാൽ ആരാ ഉണ്ടാവുക? അവിടെയാണ് ബദരീങ്ങളുടെ മഹത്വം. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് മലക്കുകളെ. ഇതല്ലാഹുവിന്റെ വാഗ്ദാനമാ. ബദരീങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തൂ മലക്കുകളെ. കണ്ടോ, ബദരീങ്ങളെ സഹായിക്കാൻ മലക്കുകളെ നിയോഗിച്ചു തമ്പുരാൻ. പിന്നെ എന്താ അവരെ തവസ്സുൽ ചെയ്ത? പിന്നെ എന്താ അവരെ ഇട തേടിയാൽ? ബദരീങ്ങളെ അല്ല സഹായിച്ചത് മലക്കുകളെ കൊണ്ടാണെങ്കിൽ പാവപ്പെട്ട് നമ്മളെ സഹായിക്കാൻ ബദരീങ്ങളെ കൊണ്ട് അല്ലാഹു സഹായിക്കും ഹബീബേ. കഴിഞ്ഞൊരാഴ്ചയായി വാട്സപ്പിലും ഫേസ്ബുക്കിലും എത്രയോ ചെറുപ്പക്കാർ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. നോക്കൂ, നിങ്ങളുടെ കാൽപാദങ്ങളെ അല്ല ഉറപ്പിച്ചു നിർത്തും. ഞാൻ ശത്രുക്കളുടെ മനസ്സിൽ പിന്നീട് ഭയം വിട്ടുകൊടുക്കും. തലേ രാത്രിയല്ല, ബദറിന്റെ തലേ രാത്രി തന്നെ ശത്രുക്കളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുത്തിട്ടില്ല. കാരണം അങ്ങനെ ഭയട്ടാൽ അവർ ഓടിപ്പോകും. അങ്ങനെ ഓടിപ്പോകാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. പിന്നെ ബദർ നടക്കുമ്പോ ഭയട്ട് കൊടുക്കുന്നു. അപ്പൊ ബദരീങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഭയട്ട് കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോയതല്ലേ. മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ആർക്കാണ് ഭയമുള്ളത്? ആയുധത്തിന്റെ പേടിയല്ല ഞാൻ പറയുന്നത്. ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഒരു 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 ബഹുമാനം ഈ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങൾ നമ്മോട് കാട്ടിയിട്ടില്ലേ? ഒരു 10-30 കൊല്ലം മുമ്പ് വെളിയങ്കോട്ട് ഒരു കാരന് വരുമ്പോ ഏതെങ്കിലും ഹിന്ദു ചെറുപ്പക്കാരൻ ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കൂ. എന്തിനാ? മലപ്പുറം കത്തി അരയിലുണ്ടായതുകൊണ്ടൊന്നുമല്ല. പിന്നെയോ, അത് റെസ്പെക്റ്റ്, ആദരവാണ്, ലവ്, സ്നേഹമാണ്. ദാരിട്ട് കൊടുത്തത അള്ളാഹു ഇട്ട് കൊടുത്തതാ. അത് ആയുധം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ചില ചെറുപ്പക്കാർ വിശ്വസിക്കുന്നത് പോലെ ഭൗതികമായ സന്നാഹം കൊണ്ട് ഉണ്ടാകുന്നതല്ല. അതെങ്ങനെ ഉണ്ടാവുക? പരിശുദ്ധ റമളാനിന്റെ നോമ്പ് തുറക്കുമ്പോൾ പോലും ക്ലബിൽ നിന്ന് ക്യാരം ബോർഡ് കളിക്കുന്ന ചെറുപ്പക്കാരന്
ഈ രാജ്യത്തെ ഹിന്ദു കാണുന്നുണ്ട്. സുബൈ നമസ്കാരം വെളിയങ്കോട്ട പള്ളിയിൽ നടക്കുമ്പോ ക്ലബിൽ നിന്ന് കോപ്പ അമേരിക്കയുടെ ഫുട്ബോൾ കളി കണ്ട് രസിച്ചാർത്ത് മേടിക്കുന്ന മലബാറിന്റെ ശൂരത്വം വെച്ച ഈ നാട്ടുകാരുണ്ട്. ചാവക്കാട്ടെ കുക്കിടി കച്ചേരി ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുഖത്ത് നോക്കി മാതാ തപ്പൂറിയ പട്ടാളി എന്നലറിയ ഒരു ചരിത്ര പുരുഷനെ പ്രസവിച്ച നാടാണിത് അല്ലേ? വെളിയങ്കോട്ട കാളി കുമാർ തങ്ങളുടെ നാട്, ആശിഖുർ റസൂലിന്റെ നാട്. കയ്യിലൊരു കാലം കുളയും കച്ചത്തിലൊരു കറുത്ത ഭാഗം മേടിച്ചിട്ട് ബ്രിട്ടീഷ് ജഡ്ജിയുടെ മുഖത്ത് നോക്കി അലറി മാതാ തപ്പൂറിയ പട്ടാളി. എന്താ നീ പറയുന്നത് എന്ന് പറഞ്ഞലറി. ആ വെളിയങ്കോട്ട ഉമർഖാവിയുടെ മണ്ണിലാണ് കോപ്പ ഫുട്ബോളിന് വേണ്ടിയിട്ട് സുബൈ കൊലയാക്കിയിട്ട് മുസ്ലിം ചെറുപ്പക്കാർ വീറുറ്റ പോരാട്ടത്തിന്റെ ശൗര്യമുത്ത ടിപ്പു സുൽത്താന്റെ പടയോട്ടം കൊണ്ട് കോരിത്തരിച്ച ഈ മണ്ണിന്റെ മുസ്ലിം മക്കളാ അല്ലേ? പിന്നെ എങ്ങനെ മുഅ്മിനീങ്ങളെ ഈ സമുദായത്തെ ആർക്കാണ് പ്രേമിക്കുന്നത്? ഞാനിങ്ങനെ ശബ്ദത്തിൽ പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങളോ അമുസ്ലിങ്ങളോ കേൾക്കുന്ന അമുസ്ലിങ്ങളോ ആരും തെറ്റിദ്ധരിക്കേണ്ട. ബദർ ആളെ കൊല്ലാനുള്ള യുദ്ധമായിരുന്നില്ല, ബദർ ധർമ്മ പോരാട്ടമായിരുന്നു. സത്യത്തിന് എല്ലാ സമൂഹത്തിലും ഉണ്ടായിട്ടില്ലേ? അത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടില്ലേ? അല്ല, ബദർ കേൾക്കുമ്പോ ആരും പേടിക്കണ്ട. കുരുക്ഷേത്ര യുദ്ധഭൂമി, പാണ്ഡവരും കൗരവരും മുഖാമുഖം നിൽക്കുക. പേര് തെളിയിക്കുന്നത് ശ്രീകൃഷ്ണനാണ്. അർജുനൻ ദ ലെജൻഡ് ഓഫ് പുരാണ ഇതിഹാസത്തിലെ ലെജൻഡാണ്. അർജുനൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാട് താഴെ വീണുപോയി. അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അല്ലയോ അച്യുത, എന്താ തളർന്നു പോകുന്നത്? എന്താ നിസ്സഹനായി പോകുന്നത്? യുദ്ധത്തിന്റെ ശംഖനാഥം മുഴങ്ങാതിരിക്കുകയാ, തളരല്ലേ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അർജുനൻ, മാധവ ആരാ മറുഭാഗത്ത്? എന്റെ ബന്ധുമിത്രാദികൾ, എന്റെ സ്നേഹജനങ്ങൾ, എന്റെ കൂട്ടുകുടുംബക്കാർ. അതുകൊണ്ട് ഞാൻ അവരുടെ കഴുത്തിലേക്കാണോ വെട്ടേണ്ടത്? അപ്പോഴാണ് ഭഗവത്ഗീതയുടെ ആദ്യ ശ്ലോകധാരകൾ ശ്രീകൃഷ്ണന്റെ നാവിൻ തുമ്പിലൂടെ ആത്മപീയൂഷം പോലെ പെയ്തിറങ്ങുന്നത്. വെളിയങ്കോട്ട ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ കേൾക്കുന്നുവെങ്കിലും മനസ്സിലാക്കണേ, നിങ്ങൾ സത്യാദരപൂർവ്വം പാരായണം ചെയ്യുന്ന ഭഗവത്ഗീതയുടെ ശ്ലോകം ആരംഭിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമിയില. യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദത്മനം സൃജാമ്യഹം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇനി ആരെങ്കിലും മാറി നിന്നത് മൊബൈലിൽ ക്ലിപ്പാക്കിയെടുക്കണ്ട, എന്നിട്ട് ഇത് മാത്രം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണ്ട. മജ്‌ലിസുന്നൂറിൽ ബഷീർ ഫൈസി വേദമാണ് പാടിയതെന്ന് നിങ്ങൾ പറയണ്ട. അപ്പുറവും ഇപ്പുറവും കേട്ടവർക്കറിയാം, ഈ രാജ്യത്ത് ഞങ്ങൾ സംഘർഷമുണ്ടാക്കുന്നവരല്ല. അത് മനസ്സിലാക്കി കൊടുക്കാനാ, എല്ലാ സമൂഹത്തിലും യുദ്ധമുണ്ടായെന്ന് പറയാനാ ശ്രീകൃഷ്ണൻ പറയാ. ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ. ഇനി ഞാൻ ഓരോ യുഗങ്ങൾ തോറും അവതരിക്കും. ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധ, മനസ്സിലായോ? ബദർ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധ. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് ദശാവതാരം, 10 അവതാരങ്ങളിൽ വരാഹമായി, മത്സ്യമായി, കൂർമ്മമായി, നരസിംഹമായി, കൽക്കിയായി 10 അവതാരങ്ങളെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ കൽക്കി എന്നവർ കാത്തിരിക്കുന്നത് ആ കൽക്കിന് വരാനൊന്നും പോകുന്നില്ല. അത് അല്ലോപനിഷത്തിന്റെ ചാപ്റ്റർ നമ്പർ 3 വേഴ്സ് നമ്പർ 33. യതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാരണ്യ സമന്വിതം മഹാമതൈവിഖ്യാത ശിഷ്യശാഖ സമന്വിതം. മഹാമത എന്ന് പേരായ ഒരാൾ വരാൻ പോകുന്നുണ്ട് ത്രേത്രായുഗത്തിൽ. മരുഭൂ നിവാസിനം ഖുറൈശി ഭവിഷ്യതി. ഭൂമിയിലെ വരിക, ഖുറൈശി തറവാട്ടിലെ വരിക. ലിംഗച്ഛേദി ശിഖഹീന ശ്മശ്രുധാരി സദൂഷക. അവർ താടി വെക്കും, കുടുംബ വെക്കില്ല, ലിംഗം മുറിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഹിന്ദുക്കൾ അന്വേഷിക്കട്ടെ, നമുക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയാൻ പറഞ്ഞതാ. അള്ളാഹു പറയുകയാണ്, ബദറിന്റെ 8ാമത്തെ പാഠമാ ഞാൻ പറയുന്നത്.
അള്ളാഹു നിങ്ങൾക്ക് അവരെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഹബീബിങ്ങളെ, കാഫിരീങ്ങളെ ബദരീങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഖലീല, സംതിങ്, വളരെ കുറച്ചുള്ളൂ, അങ്ങനെ കാണിച്ചു കൊടുത്തു. എന്തിനാണ് അങ്ങനെ കാണിച്ചു കൊടുത്തത്? എന്തിനാ ഹബീബിങ്ങളെ പറയും? എന്തിനാണ് ഒന്ന് റെസ്പോൺസ് ചെയ്യും? എന്തിനാണ്? ബദർ നടക്കണം. കാരണം എന്താ? വലുതായി കണ്ടാൽ ചിലപ്പോ ഇടപെടും. കട്ടായ കേസിയർ കട്ടായ ശൈത്താൻ ഇടപെടും. ശൈത്താൻ എപ്പോഴും ഭിന്നിപ്പുണ്ടാൻ നോക്കും. ഐക്യത്തോടെയും ഒരുമയോടെയും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എപ്പോഴും ശൈത്താൻ ഇടപെടും. ശൈത്താൻ അവന്റെ ശരീരത്തോടെ നല്ല ഇടപെടുക. പിന്നെയോ ആൾക്കാരുടെ രൂപത്തിലെ വരിക. ബദർ പാടാ, ഞാൻ പറയാ. ബദറിൽ ശൈത്താൻ ഇറങ്ങിയ പോയ നമ്മുടെ വല്യന്മാര് പറയാറുണ്ട്. ബദറിൽ ശൈത്താൻ വന്നത് എങ്ങനെ? സുറാക്കത്തുവിന് മാലിക്കുന്ന രൂപത്തില. അതൊരു മഹലിലാണെങ്കിലും മഹലിലത്തെ ആൾക്കാരുടെ രൂപത്തിലെ ശൈത്താൻ വരിക. നിങ്ങൾ സംശയിക്കൊന്നും വേണ്ട. ഒരു സംഘടനയിൽ അങ്ങനെ തന്നെ വരിക. അങ്ങനെ ബദറിൽ അങ്ങനെ പറയും. നിങ്ങൾക്ക് അവരെ ചെറുതായി കാണിച്ചു തന്നു. വലോ അറാക്കഹും കസീറാ, നിങ്ങൾ അവരെ വലുതായി കണ്ടിരുന്നുവെങ്കിൽ ലഫശീതും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകുമായിരുന്നു. വലതനാസഅതും ഫീ അംരി, കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകുമായിരുന്നു. വലാകിന്നല്ലാഹ സല്ലമ, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി. ബദരീങ്ങളെ, ഹബീബീങ്ങളെ, ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഈമാനിന്റെ തഖ്വയുടെ അടയാളങ്ങളായ ബദരീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ അവരെ വലുതായി കണ്ടിരുന്നുവെങ്കിൽ നിങ്ങൾ ഭിന്നിച്ചു പോകുമായിരുന്നു. നിങ്ങളുടെ വീര്യം ചോർന്നു പോയിരുന്നു. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. സൂറത്തുൽ അൻഫാലിന്റെ 43-ാം ചാപ്റ്റർ നമ്പർ 8 വേഴ്സ് നമ്പർ 43 അല്ലാഹു പറയുകയാണ്, അല്ലാഹു നിങ്ങളെ സഹായിച്ചു പ്രിയപ്പെട്ടവരെ. അന്നത്തെ രാത്രി കടക്കുകയാണ്. ഹബീബീങ്ങളെ, ബദറിന്റെ ഉച്ചയിൽ ഉഷസ്സുണരാൻ പോവുകയാണ്. സൂര്യന്റെ അരുണകിരണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അതെ, സുബഹി നമസ്കാരം കഴിയുന്നതിന് മുമ്പേ സഹാബത്ത് കുളിച്ചു ശുദ്ധിയായി അത്താഴത്തിന് ഒരുങ്ങി ഈത്തപ്പഴത്തിന്റെ ചുളയവർ കഴിച്ചു. എന്നിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സഫ് സഫായി ആളുകളെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, സഹാബാ, ഇതാ അല്പ സമയം കഴിഞ്ഞാ ബദർ പൊട്ടാൻ പോവുകയാണ്. ആരൊക്കെയാണ് എന്റെ കൂടെ ഉണ്ടാവുക? ആരൊക്കെയാണ് എന്റെ കൂടെ ഉണ്ടാവുക? നിങ്ങൾ എനിക്കൊരു വാഗ്ദാനം നൽകുമോ? അൻസാറുകളുടെ നേതാവായ അബൂ തൽഹ ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഇല്ലരം കൂട്ടിപ്പിടിച്ച് പറയുകയാണ്, എന്റെ പൊന്നു ഹബീബിങ്ങളെ. അവര് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നാളെ ബദറിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ അതിശക്തിയായി അൻസാറുകളായ മദീനക്കാരുണ്ടാകും നബിയേ. അങ്ങില്ലാതെ ഞങ്ങൾക്കെന്ത് ജീവിതമാ? അങ്ങല്ലേ ഞങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു തന്നത്. അങ്ങല്ലേ സ്വർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തിയത്. ഇല്ല യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കില്ല നബിയേ. അതെ, തിരയടിക്കുന്ന കടലിന്റെ അലമാലകൾക്കുള്ളിലേക്ക് കുതിരയെ കൊണ്ട് പാഞ്ഞു പോകാൻ പറഞ്ഞ ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ എന്തിനാ നബിയെ കടലിലേക്ക് കുതിരയെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല നബിയെ. ഒരു നിമിഷം കാത്തു നിൽക്കാതെ അലയടിക്കുന്ന തിരമാലകൾക്കപ്പുറത്തേക്ക് കടലിന്റെ ആഴങ്ങളിലേക്ക് കുതിരപ്പുറത്ത് കുതിച്ചു പോയാൽ അൻസാറുകൾ ഉണ്ടാവും നബിയേ, അൻസാറുകൾ ഉണ്ടാവും നബിയേ. അൻസാറുകളുടെ നേതാവ് അങ്ങനെ പ്രതിജ്ഞ ചെയ്തപ്പോ മുഹാജിരീങ്ങളായി കടന്നു വന്ന
അവരുടെ നേതാവ് എന്ന് പറഞ്ഞ നബിയെ, ഞങ്ങളെ അങ്ങ് വിശ്വസിക്കാൻ നബിയെ, അങ്ങ് ഞങ്ങളുടെ നാട്ടുകാരനാ നബിയെ. കുടുംബങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഹക്കായ ദീനിനു വേണ്ടി അങ്ങയുടെ കൂടെ ചേർന്നവരാണ് നബിയെ. പർവ്വതങ്ങൾ കാണിച്ചു തന്നിട്ട് ആ പർവ്വതങ്ങൾ ഇടിച്ചു തകർക്കാൻ പറഞ്ഞാൽ ഒരു നിമിഷം കാത്തു നിൽക്കാതെ ഞങ്ങൾ തകർത്ത് കളയും നബിയേ. ഹാജിരീങ്ങളുടെ നേതാക്കന്മാരും അത് പറഞ്ഞോ. മുഅ്മിനീങ്ങളെ, നാളത്തെ പ്രഭാതത്തിലാ രണ്ടു സേനയും അതാ അണിയണിയായി നിൽക്കുകയാണ്. സൂര്യന്റെ പ്രഭയിൽ ജ്വലിക്കുന്ന വാളുകൾ ഇങ്ങനെ അവരിങ്ങനെ വെട്ടിത്തുടങ്ങുകയാ. കുന്തങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാ. മക്കയിലെ കൊടിയ കുപ്പാറുകളുടെ കുതിരകൾ ഇങ്ങനെ നിന്ന് തലയാട്ടുകളാ. 800ഓളം കുതിരകളും 200ഓളം ഒട്ടകങ്ങളും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അവർ സർവായുധ ഭൂഷിതരായിട്ടാ വന്നത്. പകലന്തിയോളം അവര് ആർമാദിച്ചു. എന്തെന്ന് പറയുന്ന പെണ്ണിന്റെ അർദ്ധനഗ്നത കണ്ടവർ ആർമാദിച്ചു. അന്ന് മുസ്ലിമായിട്ടില്ല. അറേബ്യയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവന്ന് ചുട്ടിട്ട് അത് തീയിലെടുത്തിട്ട് അവർ കടിച്ചു പിടിച്ചു വലിച്ചു. തിരിച്ചാറാവോളം കുടിച്ചു. മതോന്മത്തരായിട്ടാ അവർ വന്നു നിൽക്കുന്നത്. ഇതാ ബദർ നടക്കാൻ പോവാ. അല്ലാഹുവിന്റെ റസൂൽ ആദ്യം ഏകാംഗ പോരാട്ടമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗത്തു നിന്ന്, ബദരീകളുടെ ഭാഗത്തു നിന്ന് മക്കക്കാരായ മദീനക്കാരായ അൻസാറുകൾ ഇറങ്ങി 3 ആളുകള്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ്, മദീനക്കാരെ പിന്നെ മതി. ആദ്യം മക്കക്കാരെ വിട്, ഞങ്ങളുടെ നാട്ടുകാരെ വിട്. ഞങ്ങളെ അപമാനിച്ചവരാ അവര്, രാത്രിയെ ഉസയെ അവഗണിച്ചവരാ അവര്. മുഹാജിറന്റെ വാക്കു കേട്ട് മുഞ്ചി 3 സിംഹരാ. മുന്നിലെ ഉബൈദത്തും ഹംസത്തും വഖൈദറാ. മുഹാജിറന്റെ വാക്കു കേട്ട്, നിങ്ങൾക്ക് ആ പാട്ടറിയോ? ഒന്ന് പാടൂ, ഒരു ബർക്കത്ത് കിട്ടട്ടെ. മുഹാജിറന്റെ വാക്ക് കേട്ട് മുഞ്ചി 3 സിംഹരാ. മുന്നിലെ ഉബൈദത്തും ഹംസത്തും വഖൈദറാ. ആരാ? മുഹാജിരീങ്ങളുടെ ഭാഗത്ത് ഇറങ്ങിയ ആളാരാന്നറിയോ? ഒന്ന് മഹാനായ അബ്ദുൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പഞ്ചാപ്പയാ. മുസ്ലിമാകുന്നതിന് മുമ്പ് മക്കായുടെ കഅബ ദേവാലയത്തിന്റെ മുമ്പില് അല്ലാഹുവിന്റെ റസൂല് സുജൂദിൽ കിടക്കുമ്പോ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ട് ആദരവായ പ്രവാചകന്റെ മുതുകിൽ ചാർത്തിയില്ലയോ അബൂജഹല്? ചീഞ്ഞു നാറുന്ന പുഴുവലിക്കുന്ന ആന്തരികാവയവങ്ങൾ കഴുത്തിൽ വീണപ്പോ ഹബീബായ പ്രവാചകനെ എഴുന്നേൽക്കാൻ കഴിയാതെ വീണുപോയപ്പോ മഹദി ഫാത്തിമ ഓടി വന്നിട്ട് പൊന്നുപ്പാന്റെ തോളിൽ നിന്ന് തന്റെ കൈകളെ കൊണ്ട് ഈ കുടൽ മാറ്റാൻ ശ്രമിച്ചപ്പോ വഴുവഴിച്ചുപോയി. ഫാത്തിമാക്ക് കഴിയുന്നില്ല. കഅബയുടെ മുന്നിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു, എന്റെ അപ്പാ. അല്ലാഹുവിന്റെ റസൂലൊക്കെ പറഞ്ഞു, കരയില്ലേ മോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ടല്ലേ മോളെ, കരയില്ലേ മുത്ത്. ഫാത്തിമത്തു ഖുദ്റത്തുമ്മി ഖബ്ദി, ഫാത്തിമ എന്റെ കരളാ എന്ന് പറഞ്ഞു. ആരോ പോയി പറഞ്ഞു ഹംസ റളിയല്ലാഹു അൻഹുവിനോട്. അന്ന് ഹംസ മുസ്ലിമായിട്ടില്ല ഹബീബികളെ. മക്കത്തെ കാഫിറാണെന്ന് ഹംസ. റസൂലുള്ളാഹിന്റെ കൊച്ചാപ്പ ഇത് കേട്ടപ്പോൾ വേട്ടയാടാൻ പോയ ഹംസ കൊടുങ്കാറ്റ് പോലെ ഓടി വന്നിട്ട് അബൂജഹലിനോട് അഗ്നി സ്ഫുരിക്കുന്ന കണ്ണുകളുമായി വിളിച്ചു പറഞ്ഞു, ജഹലേ, എടുക്കടാ ജഹലേ, എന്റെ മുഹമ്മദിന്റെ കഴുത്തിൽ നിന്ന് മാറ്റടാ. അബൂജഹൽ പറഞ്ഞു, ഹംസ, നിനക്കെന്താ പറ്റിയത് ഹംസ? നമ്മുടെ ലാത്തയെ കുറ്റം പറഞ്ഞവനാ മുഹമ്മദ്.
നമ്മുടെ ഉസ്സയെ കുറ്റം പറഞ്ഞവനാ മുഹമ്മദ്, വേറെ ഒരു മതം സ്ഥാപിച്ചവനാ മുഹമ്മദ്, നീ എന്താ ഹംസ പറയുന്നതെന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിലിരിക്കുന്ന വില്ലുകൊണ്ട് മക്കായിലെ രാജാവായ മക്കാ ഉപദ്വീപിന്റെ ചക്രവർത്തിയായ അബൂജഹലിന്റെ പെരടിയിലേക്ക് ഒരടിയങ്ങ് വെച്ചു കൊടുത്തു. ഹംസത്തുൽ കർറാർ, കാര്യം ശരിയാ, മുഹമ്മദ് നമ്മുടെ മതക്കാരനല്ല, പക്ഷേ മുഹമ്മദ് സത്യസന്ധനാജകളെ, മുഹമ്മദ് നീതിമാനാജകളെ, ഇത്ര നല്ലൊരു മനുഷ്യന്റെ പെരടിയിൽ ഇത് ഇടല്ലേ എന്ന് പറഞ്ഞ് അടിവെച്ചു കൊടുത്ത ആളാ ഹംസത്തുൽ കർറാർ. ആ ഹംസയാണ് ബദറിന്റെ പടക്കളത്തിൽ ആദ്യം ഇറങ്ങുന്നത്. മുഹാജിറന്റെ വാക്കു കേട്ട് മുന്തി മോന്ന് സിംഹര, മുന്നില് ഉബൈദത്തും ഹംസത്തും വസൈദറാ. വേറെ ഒരാളാരാന്നറിയോ? അന്ന മദീനത്തുൽ ഇൽമി വലിയും അബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ ഹിക്മത്തിന്റെ, അതേ ആത്മജ്ഞാനത്തിന്റെ ഗാർഡനാ, അതിലേക്കുള്ള കടക്കാനുള്ള സുലൂക്കിന്റെ മാർഗമാ മഹാനായ അലി മുർത്തദ എന്നത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ. പിന്നീട് ഖൈബർ രണാകളത്തില് ഖൈബറിന്റെ കോട്ടയുടെ വാതിൽ പിടിച്ച് 70 ആളുകൾ പിടിച്ചു വരാത്ത ഖൈബറിന്റെ കോട്ടാവാതില് ബിസ്മില്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് അതേ അന്തരീക്ഷത്തിൽ 2-3 തവണ വട്ടം ചുറ്റിയിട്ട് ഖൈബറിന്റെ കോട്ടയുടെ വാതിലിന്റെ കുട്ടി അങ്ങ് പിടിച്ചിട്ടൊരു വലിയങ്ങ് വലിച്ചപ്പോ അന്തരീക്ഷത്തിലൂടെ പറന്നുപോയില്ലേ? അതെ, അലി ഖൈബറി കർറാർ. വേറെ ഒരാൾ ആരാന്നറിയോ? അബൂ ഉബൈദ. പ്രായത്തിരിയുള്ള ആളാണെങ്കിലും ധീരനാ, വല്ലാത്ത ധീരനാ. ഏകാംഗ പോരാട്ടമാ നടക്കാൻ പോകുന്നത്, ഫേസ് ടു ഫേസ് അറ്റാക്കാ നടക്കാൻ പോകുന്നത്. ഇത് ഓടുന്ന ട്രെയിനിൽ കൊണ്ടുപോയി ബോംബ് വെക്കലല്ല, ഇത് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പോയി ഒരാളെ വാഴ വെട്ടുന്നത് പോലെ വെട്ടുന്ന അതേ വാഴപ്പിണ്ടിയെപ്പോഴും പോലെ ആ നട്ടല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ആധുനിക ജിഹാദ്വാദികളെ പോലെയല്ല. ഇത് ഫേസ് ടു ഫേസ് അറ്റാക്കാ. ഇപ്പുറത്ത് ആളുകളുണ്ടോ? ആയുധങ്ങളുണ്ടോ? അപ്പുറത്തുനിന്നാരാ വന്നത്? ഒന്ന് ഒത്തുകയാ, ഒന്ന് ശൈബയാ, ഒന്ന് വലീദ. ഏകാംഗ പോരാട്ടമതാ. അതേ ഇളകി മറിയാൻ പോവുകയാണ്. ബദറിന്റെ പടക്കളം സോണിമ പൂക്കാൻ പോവുകയാണ്. ഇഖാമത്തുദ്ദീനു വേണ്ടിയുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ പ്രോജ്വലമായ സമരഗാഥയുടെ സമാരംഭം കുറിക്കാൻ പോവുകയാണ്. ഋതുവേ നേരിട്ടത് അലിയാണ്, വെട്ടിത്താഴെ കിട്ടോ. ശൈബയെ നേരിട്ടത് ഹംസയാണ്, വെട്ടിത്താഴെ കിട്ടോ. അബൂ ഉബൈദയുടെ പോരാട്ടം നീണ്ടുപോവുകയാണ്. പ്രായമുള്ള സഹാബിയല്ലേ, മാറിയും ഇളകിയുമൊക്കെ മാറി യുദ്ധം ചെയ്യുന്നതിന്റെ ഇടയില് ചതി പ്രയോഗിച്ച് അബൂ ഉബൈദയുടെ കരിന്തളയില് കാഞ്ഞു വെട്ടി വലീദ്. മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ ബദറിന്റെ പടക്കളത്തിൽ വീണുപോയി മഹാനായ അബൂ ഉബൈദ. മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ വന്നപ്പോ 2 സഹാബികൾ ഓടി വരികയാ. ഇരുപേരും അതിക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി സുഗന്ധേ ഉബൈദത്തെ എടുത്തതമ്മ ചൊരിന്ത് വരും വാഴി കൊഴുകൈത്തമാ. 2 സഹാബാക്കൾ ഓടിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാ. നികരച്ച പറയാതെ ഹബീബുള്ളാന്റെ നേച്ചാത്തിനു മുമ്പിൽ ഇടത്തിക്കൊണ്ടേ മുഖത്തെ ചെയ്യുള്ള അവർ ചൊല്ലവേ ഉടയോൻ പുകഴന്റെ റസൂലുള്ളാഹേ. ആരംഭ പ്രവാചകന്റെ മടിയിൽ കിടത്തിയപ്പോ അതുവരെ കരയാതിരുന്ന മഹാനായ അബൂ ഉബൈദ കരയുകയാ.
ഒരുപാട് വല്ലാതെ കഴിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഉബൈദ വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ, വല്ലാതെ വേദനയുണ്ടല്ലേ? അപ്പൊ അവർ പറഞ്ഞു, ഇല്ല നബിയേ, മുറിഞ്ഞ കാൽപാദത്തിൽ നിന്ന് കുമുകുമാ രക്തമൊഴുകുമ്പോ, എല്ല് മുറിഞ്ഞിട്ട് രക്തവും അതിന്റെ ഉള്ളിലുള്ള മജ്ജയും പൊട്ടിയൊലിക്കുമ്പോ കടുകടുത്ത വേദനയിൽ എവിടെന്ന് പറയുന്നത്, അല്ല നബിയേ, ഇതൊരു പ്രശ്നമല്ല നബിയേ, പിന്നെ എന്താ? വെഞ്ചക്കള്ളം വിട്ട് പിരിന്തോനാണ്, വെളിപേർ ഷഹീദാമോ അനാത്മന്മാനേ, വെഞ്ചക്കള്ളം വിട്ട് പിരിന്തോനാണ്, വെളിപേർ ഷഹീദാമോ അനാത്മന്മാനേ. ഞാനിപ്പോ ബദറിന്റെ പടക്കളത്തിലല്ലല്ലോ ഹബീബേ, ഇവിടെ വെച്ചാ മരണപ്പെട്ടു പോയതെങ്കിലും എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ നബിയേ? പൊഞ്ചമ്പക പൂച്ചുണ്ടൻ കീയുമ്മീ പോറ്റി ഹുസൈന ഉച്ചബന അമ്മീ. അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാനിയത്തിന്റെ റോസാതളം പോലെയുള്ള ചുണ്ടുകളിൽ നിന്ന് പ്രതീക്ഷയുടെ വർത്തമാനം മുത്തുമണികളെ പോലെ പെയ്തിറങ്ങുകയാണ്. ഷഹീദാകും നീ ചെവിത്ത് ഉബൈദത്തോ ചേറന്തോകി. അബൂ ഉബൈദ, നിങ്ങൾ ഉന്നതനായ ഷഹീദിന്റെ കൂലിയുണ്ട്. അബൂ ഉബൈദ മുത്തേ, നിങ്ങൾ ബദരീങ്ങളാ. അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഈ വചനമങ്ങ് പെയ്തിറങ്ങിയപ്പോ അടുത്ത വേദനയിൽ കിടന്ന് പിടയ്ക്കുമ്പോഴും അതേ മരണത്തിന്റെ ഭൂതമായി മാരാറ് വന്നിട്ട് അവിടത്തെ കാൽപാദങ്ങളിൽ നിന്ന് റൂഹ് പിടിക്കുന്ന മരണത്തിന്റെ വേദനയിലും അവിടെ നിന്ന് പാട്ടങ്ങ് പാടി ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിലെ വിരിയുന്ന റൈഹാൻ പൂപോലെ മനോഹരമായ പുഞ്ചിരി പൂത്തിറങ്ങുകയാണ് അബൂ ഉബൈദയുടെ ചുണ്ടില്. എന്നിട്ട് പറഞ്ഞു, فألبسني الرحمن من فضل منه لباسا من الإسلام والطيب ساويا. അല്ലാഹുവേ, എന്റെ കാൽപാദങ്ങൾ കാഫിരീകൾ മുറിച്ചു മാറ്റിയെങ്കിലും മുസ്ലിമുനി, ഞാൻ മുസ്ലിമാ. ഞാൻ എന്റെ സംഘടനയ്ക്ക് വേണ്ടി കാല് കൊടുത്തതല്ല, ഞാനൊരു കുടുംബ വഴക്കിന്റെ പേരിൽ കാല് കൊടുക്കുന്നതല്ല, ഞാൻ എന്തെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ കാല് കൊടുത്തതല്ല. എന്റെ കാൽപാദങ്ങൾ അവർ മുറിച്ചു മാറ്റിയത് ഇന്നീയ മുസ്ലിമുൻ, ഞാനൊരു മുസ്ലിമാ. അതുകൊണ്ട് പ്രശ്നമില്ല. ഐസം മിനല്ലാഹി ആലിയാ, ഞാൻ ആഗ്രഹിക്കുന്നത് ദുനിയാവിന്റെ നൈമിഷികമായ സുഖങ്ങളല്ല. ഈ കാല് നഷ്ടപ്പെട്ടാലും സ്വർഗത്തിലെ പച്ചപ്പനന്തകളെ പോലെ പറന്നു നടക്കുന്ന സുഖദായിന്റെ മഹിമയാ, സുഖദായിന്റെ ദറജയാ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് പാട്ടുപാടി മരിച്ചുപോയില്ലേ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, ഏകാംഗ പോരാട്ടം അസ്തമിക്കുകയാണ്. ഏകാംഗ പോരാട്ടം കഴിയുകയാണ്. പിന്നെ കൂട്ടയുദ്ധമാ നടക്കാൻ പോകുന്നത്. അതെ, പിന്നെ ഒരു വലിയ അറ്റാക്കാ നടക്കാൻ പോകുന്നത്. കുതിരകളെ മറാൻ തുടങ്ങി, ഒട്ടകങ്ങൾ കുതിച്ചു പായാൻ തുടങ്ങി, ശത്രുക്കളുടെ നാവിൻ തുമ്പിൽ നിന്ന് ആർത്തനാദങ്ങൾ മുടങ്ങാൻ തുടങ്ങി.
അതേ പുകപടലങ്ങൾ വീഴാൻ തുടങ്ങി, കുന്തങ്ങൾ അന്തരീക്ഷത്തിലൂടെ പായാൻ തുടങ്ങി. അപ്പോഴതാ ബദറിന്റെ പടക്കളത്തിൽ നിന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം മുഴങ്ങുകയാണ്. അന്ന് മുഹമ്മദുല്ലാ കദിബ്, അന്ന് മുഹമ്മദുല്ലാ കദിബ്, അന്ന് മുഹമ്മദുല്ലാ കദിബ്, അന്ന് ബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ മുഹമ്മദാ, അബ്ദുൽ മുത്തലിബിന്റെ മോനാ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മൗജൂദ് ബികുല്ലി സമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅബൂദ് ബികുല്ലി മകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മഅറൂഫ് ബികുല്ലി ഇഹ്സാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മദ്കൂർ ബികുല്ലി ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അമാനുൽ അമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മിൻ സവാലിൽ ഈമാൻ വമിൻ ദുൽമി സുൽത്താൻ വമിൻ ശർരി ശൈത്താൻ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അമരനാദം ബദറിന്റെ പടക്കളത്തിൽ വരുമ്പോ ഈത്തപ്പനത്തിന്റെ തണ്ടുപോലും ആയുധമില്ലാതെ ദൈവീക സഹായത്തിന്റെ കാലത്തെയും വലിയ വഴിയടയാളമായി ബദരീകൾ പോർക്കളത്തിൽ അടയാടുമ്പോ ഇതാ വരുന്നു ഒരാള്. അബൂജഹലിന്റെ ചെവിയിൽ വന്നു സുറാഖത്തുബ്നു മാലിക്കിന്റെ രൂപം പൂണ്ട ഒരാൾ വന്ന് പറയുകയാണ്, ജഹിലെ, ഭയപ്പെടേണ്ട ജഹിലെ, ഞാൻ നിങ്ങളെ സഖ്യസേനയാ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നവരാ, എന്റെ കൂടെ പടയാളികളുണ്ട്. ഇത് 21 രാവുകളിലെ അറബിക്കഥയല്ല ബഷീർ ഫൈസി നിങ്ങളെ പറയുന്നത്. ഇത് ചന്ദനമലയിലെ സീരിയൽ എപ്പിസോഡല്ല പറയുന്നത്. സൂറത്തുൽ അൻഫാൽ ചാപ്റ്റർ നമ്പർ 8 വേഴ്സ് നമ്പർ 48 അല്ലാഹ് പറയുകയാണ്, ശൈത്താൻ കടന്നു വന്നിട്ട് അവരുടെ പ്രവർത്തികളെ ഭംഗിവാക്കൊണ്ട് പറഞ്ഞു. അതേ അധർമ്മകാരികളായ ശത്രുക്കളോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാ, നിങ്ങളാ നല്ല കൂട്ടക്കാര്. അതെ, എക്കാലത്തും പിശാച് പ്രേരിപ്പിക്കുന്നതാണ്. ചന്തം കാണുമ്പോ, വല്ലാത്ത ആഡംബരങ്ങൾ കാണുമ്പോ, വല്ലാത്ത തളതളക്കം കാണുമ്പോ ആളുകളുടെ ചെറിയിൽ പിശാച് വന്ന് പറയും. ഏത് പിശാച്? മനുഷ്യന്റെ രൂപം കൊണ്ടുവന്ന് പറയും, അതാ മോനെ നല്ല പാർട്ടി, അതാ മോനെ നല്ല പാർട്ടി. അതല്ലേ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ബദറാ പറയുന്നത്, ഞാൻ ബദറാ പറയുന്നത്. അബൂജഹലിനോട് വന്ന് പറഞ്ഞപ്പോ നിങ്ങളെ അതിജയിക്കാൻ ആർക്കുമാകില്ല അബൂജഹലെ. നിങ്ങളല്ലേ നല്ല സംഭവങ്ങളൊക്കെ നടത്തുന്നത്, നിങ്ങളെക്കാൾ ആർക്കും കഴിയില്ല. നിങ്ങളല്ലേ കൂടുതലാളുള്ളത്. ആ നിൽക്കുന്ന ബദരീകൾ കുറച്ചാളുകളല്ലേ. എല്ലാ കാലത്തും പിശാച് പ്രേരിപ്പിക്കുന്നതാ. ആൾക്കൂട്ട മനഃശാസ്ത്രമാണ് പിശാചത്തും പ്രേരിപ്പിക്കുന്നത്. ആളുകൂടിയാ വലുതാകുമെങ്കിൽ കാഫിരീകളല്ലേ വലുതാകേണ്ടത്, മഹത്വം അവർക്കല്ലേ വേണ്ടത്. പിശാച് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളത് അതിജയിക്കാൻ ഓർക്കും കഴിയില്ല. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂട്ടക്കാരാ. പതിനേകൾ കൊടുങ്കാറ്റ് പോലെ നേതൃത്വത്തിൽ തലയിൽ വെള്ളയും പച്ചയും തലയിൽ കെട്ടിയിട്ട് ഈ കാടിന്റെ രൂപത്തിൽ അവരുടെ സേന ഇറങ്ങി വരികയാണ്. നാം ബുഖാരിയിൽ ധരിക്കുന്ന സഹീഹായ ഹദീസ. ഇത് അറബിക്കഥ പറയുകയല്ല ഹദീസികളെ. അവരിറങ്ങി വന്നതുകൊണ്ടാ പിശാച് പോകുന്നത്. മലക്കുള്ളടം ഒരിക്കലും പിശാച് നിൽക്കില്ല, മലക്കുള്ളടം ഒരിക്കലും പിശാച് നിൽക്കില്ല. അതിൽ സുന്നൂറിന്റെ സദസ്സിന്റെ പോലും പിശാചിന് വരാൻ പറ്റില്ല. പിശാചിനെ ആരെങ്കിലും പിൻപറ്റിയാലും വരാൻ പറ്റില്ല. കാരണം
ബദരീങ്ങളല്ലേ പറയപ്പെടുന്നത്. അതിനല്ലേ അങ്ങോട്ട് പോകണ്ടെന്ന് പലരും പറയാറുള്ളത്. മജ്‌ലിസിനോട് പോകണ്ട, അവിടെ പോയാൽ കുഴപ്പാ. കാരണം അത് ബദരീങ്ങൾ പോലും മറന്നുപോയി. ആ പിശാചിന്റെ കാൽപാദം വരെ നനഞ്ഞിട്ടുണ്ട്. ഒരു ലിക്വിഡ് ഒലിച്ചിറങ്ങിയിട്ടുണ്ട്, ഒരു ലോഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാലോ? തലവേദനയ്ക്ക് പുരട്ടുന്ന വിത്തല്ല, പിന്നെയോ ഭയപ്പെട്ട് ഇറങ്ങിപ്പോയതാ. ആന്തരികാവയവങ്ങൾ ഒലിച്ചു പോയതുപോലെ ഇറങ്ങി ഓടുമ്പോ ജഗൽ പോലും ഉറച്ചു പോയില്ലേ. അപ്പൊ ബദറിൽ മലക്കുകൾ ഇറങ്ങിയത് ദൈവികമായ സഹായത്തിന്റെ അടയാളമാ. ബദരീങ്ങളുടെ ഫിസിക്കലി സ്ട്രെങ്ത് കൊണ്ട് മാത്രമല്ല ബദർ ജയിച്ചത്. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു പോകരുത്. ബദരീങ്ങൾ ശൂരന്മാരാ, ബദരീങ്ങൾ ധീരന്മാരാ, ബദരീങ്ങൾ വിജുഗീശുക്കളാ. പക്ഷേ അള്ളാന്റെ സഹായം ഇറങ്ങി, മലക്കുകളെ അള്ള ഇറക്കി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കണം, ബദരീങ്ങളുടെ ഭൗതികമായ സന്നാഹം കൊണ്ട് ബദർ ജയിച്ചതല്ല, അള്ളാഹുവിന്റെ ആത്മീയ സഹായം കൊണ്ടാ ബദർ ജയിച്ചത്. ഒരാളും തെറ്റിദ്ധരിച്ചു പോകരുത്. ആത്മീയമായ പവറില്ലാതെ, സ്പിരിച്വൽ പവറില്ലാതെ, സ്പിരിച്വൽ മൂവ്മെന്റ് ഇല്ലാതെ വിജയിക്കാൻ കഴിയില്ല. അതാ മജ്‌ലിസിനോട്, അതാ മജ്‌ലിസിനോട് സിരകളിൽ രക്തം പുളഞ്ഞൊഴുകുന്ന ചില ചെറുപ്പക്കാർ എഴുതിയിട്ടുണ്ട്. ആയുധങ്ങളെ കൊണ്ട് അഭിചരിക്കാൻ കഴിയുമെന്ന്. സകല ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതേ ആത്മീയമായ സംരംഭങ്ങൾക്കെതിരല്ലേ. ഈജിപ്തിലെ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന, ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനമാണ് ഈജിപ്തിലെ സകല നല്ല തരീഖത്തുകളെയും എതിർത്തത്. കേരളക്കരയിലും അങ്ങനെയല്ലേ. ആത്മീയ കേരളത്തിന്റെ അഭിമാനഭാജനമായ കഥ പറഞ്ഞോടുന്ന കടലുണ്ട് പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂവരത്തണലായ യമനിന്റെ സൗഗന്ധിക പൂവായ പാലക്കാട്ടെ കുടപ്പനക്കൽ തറവാട്ടിലെ പൂമൊത്ത് ശാന്തമാകണമെന്ന് പറഞ്ഞപ്പോ നാവിൽ അഗ്നിയുള്ളവർ പറഞ്ഞത് അത് ആത്മീയയുടെ വർത്തമാനമാ, അത് ശാന്തിയുടെ താരാട്ട് തൊട്ടിൽ നമ്മൾ ഉറങ്ങുകയാ. അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞ് നാവിൽ അമേദ്യം പുരട്ടിയ പ്രഭാഷകന്മാരല്ലേ മലയാളക്കരയുടെ സ്വസ്ഥത നശിപ്പിച്ചു കളഞ്ഞത്. എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും സൽസരണിക്കെതിരാണ്, ആത്മീയ സരണികൾക്കെതിരാണ്. അത് അല്ലാഹ്ക്കറിയാം. അതുകൊണ്ടാണ് മലക്കുകളെ അല്ലാഹ് ഇറക്കിയത്. 313 ആളൊന്നും വേണ്ട, ആയിരങ്ങളെ നേരിടാൻ. ഒരൊറ്റ ആള് ഒരൊട്ടകത്തിന്റെ കുറവ് കൊണ്ട് 1,10,000-ഓളം വരുന്ന ശത്രുക്കളെ അതിജയിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്, പൂർവഗാമികളുടെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും എന്തിനാ ബദരീങ്ങളെ ഇറക്കിയത്? പിൽക്കാലത്തെ പഠമാം, അള്ളാന്റെ ദൈവീകമായ സഹായമാ. അതുകൊണ്ട് ഹബീബീങ്ങളെ അന്നീ മഅകുമെന്ന് മലക്കുകളോടല്ല പറഞ്ഞത്. മലക്കുകളുടെ സഹായം ഇറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെ ബദരീങ്ങളെ സഹായിക്കാൻ അല്ല മലക്കിനെ നിയോഗിച്ചു. ഡയറക്റ്റ് അല്ലാഹു ശക്തി കൊടുക്കുകയല്ല ചെയ്തത്, ഒരു മധ്യവർത്തിയെ അല്ലാഹു നിയോഗിച്ചു. അല്ലെങ്കിൽ എന്തിനാ മലക്കിറങ്ങിയത്? ആരും അത് നിഷേധിക്കില്ല. സൂറത്തുൽ അംഫാലല്ലേ പറഞ്ഞത് മലക്കിറങ്ങി എന്ന്. പൊന്നു ഹബീബീങ്ങളെ, അതുകൊണ്ട് ആത്മീയമായ സംരംഭങ്ങൾ നിറഞ്ഞു നിൽക്കണം. ബദരീങ്ങളോട് പോലും അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? നിങ്ങൾ യുദ്ധക്കളത്തിൽ ഇരിക്കുമ്പോ അല്ലാഹുവിനെ അധികരിച്ചോർക്കണേ ബദരീങ്ങളെ എന്നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതാ ഫസ്ബുതൂ. നിങ്ങളവരെ കണ്ടാൽ ഉറച്ചു നിന്നോ. അല്ലാഹുവിനെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ദിക്ർ ചൊല്ലണം. ദിക്റിന്റെ എല്ലാ അർത്ഥവും നിങ്ങളിൽ ഉണ്ടാകണം. അതെ, അത് കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ജപമണികൾ മറിക്കുന്നവരെ തെറി പറയുന്നവരില്ലേ, അതേ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന സദസ്സുകളൊക്കെ ഖണ്ഡീകരണത്തിന്റെ സദസ്സാണെന്ന് പറയുന്നവരില്ലേ, അല്ല ബദരീങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ദിക്റിന്റെ ദാക്കിരീങ്ങളാകണേ.
നിങ്ങൾ ശാക്കിരീങ്ങളാകണേ, നിങ്ങൾ ഫിക്റിന്റെ ആളുകളാകണേ. ബദറിന്റെ 19ാമത്തെ പാഠമാ. പടച്ചവനെ നിങ്ങൾ വലിപ്പെടണേ, അല്ലാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പ്രണയം വെച്ചനുസരിക്കണേ. റസൂലുള്ളാഹിനോട് പ്രണയമില്ലാത്തവർ, റസൂലുള്ളാഹിന്റെ ചര്യയോട് ഇത്തിബാഇല്ലാത്തവർ ഏതൊക്കെ പ്രസ്ഥാനമായിട്ടും കാര്യമില്ല ഹബീബേ. ബദരീങ്ങൾ വിജയിച്ചതിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ക്വാളിറ്റീസ് അല്ല പറയുന്നത് നിങ്ങൾ ഭിന്നിക്കരുതേ. ഇസ്ലാമിക സമൂഹത്തോടെ എല്ലാ കാലവും അല്ല പറയുന്നതാ, നിങ്ങൾ ഭിന്നിക്കല്ലേ മുഅ്മിനീങ്ങളെ. എന്തിനാ പൊന്നു സഹോദരങ്ങളെ നമ്മൾ എന്തിനാ ഭിന്നിക്കുന്നത്? പാരമ്പര്യമായി വന്ന ഒരു മാർഗമില്ലേ, അതങ്ങ് പിന്തുടർത്തിയാ പോലെ. എന്തിനാ വിഗ്രഹത്തിന്റെ ചിന്താഗതിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്? എന്തിനാ പുത്തൻ പ്രവണതകളിലേക്ക് തിരിഞ്ഞു പോകുന്നത്? നിങ്ങൾ ഭിന്നിക്കരുതേ, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. ഞാൻ പറഞ്ഞില്ലേ, നാളെ രാവിലെ വെളിയങ്കോട്ട് ബദർ നടക്കും, നിങ്ങൾ വരണമെന്ന് പറഞ്ഞ ഞാൻ എന്റെ വീട്ടിൽ പോയിരിക്കും. നിങ്ങൾ ആരാ ഉണ്ടാവുക? എന്തുകൊണ്ടാ? നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഈമാനില്ല, നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്ഥിരതയുമില്ല. നമ്മൾ ഭിന്നിപ്പിലല്ലേ, നമ്മൾ ഐക്യമില്ലാത്ത സമുദായമായി പോയില്ലേ. നിങ്ങളുടെ കാറ്റ് പോകുമെന്ന അല്ല പറഞ്ഞത് വളരുന്നു. അതുകൊണ്ട് ബദരീങ്ങളെ നിങ്ങൾ ക്ഷമിക്കണേ. അല്ല ക്ഷമാശാലികളുടെ കൂടെയാണ്. വലാത്തക്കോനോ ബദരീങ്ങളെ നിങ്ങളാകരുത് കേട്ടോ. കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറാ. ചില ആളുകൾ വീട്ടിൽ നിന്ന് അഹങ്കാരത്തോടെ വന്നവരുണ്ട്. ബദറിന്റെ 21ാമത്തെ പാഠമാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ നിന്ന് അഹങ്കാരത്തോടെ വന്നവരെ പോലെയാകല്ലേ, വിനയത്തിന്റെ ആളുകളാകണേ. എല്ലാ കാലത്തും അള്ളാന്റെ ദീൻ വിജയിക്കണമെങ്കിൽ വിനയത്തിന്റെ വാൽമീകത്തിലേക്ക് പോകണേ. അഹങ്കാരികൾ തകർന്നുപോയ ചരിത്രമേ ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ളൂ. ഫറോവേ ചെങ്കടലിൽ വിഴുങ്ങിപ്പോയില്ലേ, ഹാമാനെ നമ്രൂദിനെ അള്ള നശിപ്പിച്ചു കളഞ്ഞില്ലേ, അറേബ്യൻ സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയില്ലയോ, ഇസ്രായേൽ സമുദായത്തെ തകർത്ത് തരിപ്പണമാക്കിയില്ലയോ, ഫറോവയൻ സാമ്രാജ്യത്തെ തകർത്തിയില്ലയോ, നമ്രൂദിയൻ സാമ്രാജ്യത്തെ തകർത്തില്ലയോ. അതുകൊണ്ട് ബദരീങ്ങളെ നിങ്ങളുടെ മുഖഭാവം ബസറിന്റെ ആകരുത്, അതേ അഹങ്കാരത്തിന്റെ ആളുകളെ ആകരുത്. ചിലരുടെ മുഖം കണ്ടാൽ എന്ത് അഹങ്കാരമാ, അവരുടെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ എന്ത് അഹങ്കാരമാ. പൊന്നു ഹബീബേ, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നായകനില്ലേ, 17 കൊല്ലക്കാലമായി കബറൊരുക്കി കാത്തിരിക്കുന്ന, കാലിന്റെ മുകളിൽ നിന്ന് നെരിയാണിയുടെ മുകളിൽ ഒരുപാട് ഉയർത്തി തുടിയെടുക്കുന്ന, ഉജാലമുക്കിയിട്ട് മാഞ്ഞു പോകാത്ത സ്ത്രീയിടാത്ത തുണിയെടുത്തു വരുന്ന, തലയെക്കെട്ട് എങ്ങനെയൊക്കെയോ കെട്ടിയിട്ട് കയ്യിലൊരു കറുത്ത ഭാഗം പിടിച്ച് കടന്നു വരുന്ന ഒരു മഹാനുണ്ട്, മൗലാനാ കോയക്കുട്ടി ഉസ്താദ്. കണ്ടാലും വിനയമാ, ആ മുഖത്തോ ഒരു വിനയമാ. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഖറജൂ മിൻ ദിയാരിഹിം ബതറാ. അഹങ്കാരികളെ പോലെയാകരുത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുമാകരുത്. ബദരീങ്ങളോടാണ് പറയുന്നത്. ബദർ നടത്തുമ്പോ പോലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി കാണിക്കാനാകരുത്, നിങ്ങളുടെ ഫിസിക്കലി സ്ട്രെങ്ത് കാണിക്കാനാകരുത്. അതെ, ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള ജിഹാദാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരുടെ പോലെ നിങ്ങളാകരുതേ എന്ന് അല്ലാഹു പറഞ്ഞു ബദരീങ്ങളോട്.
അതെ, അങ്ങനെയാണ് ചരിത്രത്തിലെ കാലത്തെയും വലിയ പട്ടിണിപ്പാവങ്ങളായി റമദാനിന്റെ പകലിൽ ഒട്ടിയ വാളും പൊട്ടിയ കുതിരകളുമായി നടന്ന കാലിൽ പുറകനുണ്ടായ ബദരീകൾ അറബിക്കടലിന്റെ അലമാലകളെ പോലെ തലച്ചു വന്ന ആയുധത്തിലേറെ വരുന്ന ആയുധപാണികളായ മക്കയിലെ വലിയ കുപ്പാടുകളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ചരിത്രത്തിലെ ഇതിഹാസമായ പകറുണ്ടായത് അല്ലാഹുവേ, ബദരീങ്ങളോടുകൂടെ ഞങ്ങളെ സ്വർഗത്തിലാക്കണേ റബ്ബേ. ഈമാൻ കുറഞ്ഞവരാണല്ല. അതുകൊണ്ടാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. നമ്മൾ പാടിയില്ലേതാകുന്നു അത് കൂട്ടിയിടും. പാടിക്കണം എല്ലാവരും. നിങ്ങൾക്ക് പാടാൻ ശബ്ദം വരുന്നില്ലല്ലേ? ഞാൻ 1.5 മണിക്കൂറായി ഈ ആദ്യം ഓടിയിടുന്നു. നിങ്ങളെ മാതിരി എനിക്ക് മുമ്പായിരുന്നു സ്റ്റാർ. നിങ്ങൾക്ക് മൈക്കല്ലെങ്കിൽ ഒന്ന് പാടാൻ മൈക്കോ, ഒന്ന് ഉറക്കെ പാടിക്ക. ഒന്നാമത്തെ ശബ്ദമായിട്ടില്ല, അതൊരു പഴഞ്ചനല്ലേ. അത് പാടാൻ നമുക്ക് എന്തോ ഒരു നാണക്കുണ്ട്. കാട്ടിടും നേരം ഉസ്താദുമാര് പാടിയില്ലേ? ബദരീകളെ തവസ്സുൽ ചെയ്ത് ചോദിക്കുന്നതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാനാ? ഇബ്ലീസ് വരും. മരണത്തിന്റെ മൈക്രോ സെക്കൻഡിൽ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കുമ്പോ മനുഷ്യന് 3 മൈൻഡുണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇത് ഉപബോധ മനസ്സിലായിരിക്കും. അതുകൊണ്ടാണ് ഹൽക്കിൽ എത്തിയ തൊണ്ടക്കുഴിയിൽ റൂഹെത്തിയ റൂഹ സ്വീകരിക്കില്ലെന്ന് നമ്മൾ പറയാൻ കാരണം ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സാ പ്രവർത്തിക്കുക. എന്താണ് ജീവിതകാലത്ത് കൂടുതൽ പറഞ്ഞത് അതാണ് നമ്മൾ പറയുക. തിന്മയുടെ മാർഗത്തിൽ നമ്മൾ ആരെയാണോ സ്നേഹിച്ചത്? നന്മയുടെ ആളുകളെയല്ല. തിന്മയുടെ മാർഗത്തിൽ മമ്മൂട്ടിയെയാണ് സ്നേഹിച്ചതെങ്കിൽ മമ്മൂട്ടിയുടെ രൂപത്തിൽ വരും പിശാച് വരുന്നത് പറയും, കുടിക്കടാ മുത്തേ. വെളിയങ്കോട്ട ഫാൻസുകാർ വേഗം വാങ്ങിക്കൊടുക്കും. അത് മറ്റാള് പറഞ്ഞ കഫറയല്ല, അവൻ കാഫറായി തത്തുപോകുമെന്ന് കാല റസൂലുള്ളാഹി. അതേ പുൽത്തകിടികളിൽ കാൽപ്പടയുടെ വസന്തം കൊണ്ട് അടുത്ത പോർട്ടിലേക്ക് മിന്നൽ പിണർ പോലെ ഫുട്ബോളിനെ തൊടുത്തുവിടുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഫ്ലക്സ് വെച്ചിട്ടുണ്ട് വെളിയങ്കോട്ട്. പലപ്പോഴും ലോകകപ്പ് നടക്കുമ്പോ അവനെയാണ് സ്നേഹിച്ചതെങ്കിൽ പരിശുദ്ധ റമദാനിന്റെ അതേ സുഖം നടക്കുമ്പോ കോപ്പ അമേരിക്ക കണ്ടിരുന്ന വെളിയങ്കോട്ട പോലെ മെസ്സിയല്ലേ താരമായത്. അവൻ വരും വെള്ളവുമായിട്ട് വാങ്ങിക്കുടിക്കും. അതല്ല ബദരീങ്ങളെയാണ് സ്നേഹിച്ചതെങ്കിൽ അവിടെ കടന്നു വരും വലി അവിടെ കടന്നു വരും സഅദും സഈദും സുബൈറും നടക്കുന്ന 313 ബദരീകൾ വരും. അല്ലാഹുവിന്റെ റസൂൽ വരും. മക്കളെ, റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. പുഞ്ചിരിയോടെ മരിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. അതല്ലേ അവസാനം നന്നാകലല്ലേ പുണ്യം. ഫാത്തിമാ ഗോത്രത്തിൽ കിടന്നുറങ്ങുകയാണ്. കാലം കണ്ട ക്രാന്തദർശിയായ സൂര്യശോഭയായ യമനിന്റെ പാണ്ഡിത്യ വെളിമയുള്ള ശംസുൽ ഉലമാ. മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചവൻ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലാ. ദുനിയാവിന്റെ ഭൗതികമായ അടയാളമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചുപോയ മഹാനാ ശംസുൽ ഉലമാ. ബാങ്കിങ്ങനെ ഒഴുകുകയാ പള്ളിയിൽ നിന്ന്. അതിന്റെ 3 മണിക്കൂർ മുമ്പ് സൂറത്ത് യാസീൻ ഓതി നമ്മൾ ഓതാൻ പോകുക. സൂറത്ത് യാസീൻ ഓതി ശംസുൽ ഉലമാ വൈലൈഹി തുർജഊൻ അവസാനിപ്പിച്ചപ്പോഴാ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശംസുൽ ഉലമാ ഏറ്റു പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമാ ഏറ്റു പറഞ്ഞു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ശംസുൽ ഉലമാ ഏറ്റു പറഞ്ഞു ഹയ്യ അലസ് സലാഹ്. ശംസുൽ ഉലമാ പ്രതിവാദ്യം ചെയ്തു വഹയ്യ അലൽ ഫലാഹ്. ശംസുൽ ഉലമാ പ്രതിവാദ്യം ചെയ്തു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശംസുൽ ഉലമാ ഏറ്റു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വചനം അങ്ങ് പറഞ്ഞപ്പോ അതല്ലേ
ഏറ്റു പറയുന്നത് ശംസുൽ ഉലമാ നമ്മുടെ നായകനടങ്ങ് ഏറ്റു പറയുകയാ. വളരെ സ്പഷ്ടമായി പറഞ്ഞു. ആ ചുണ്ടുകൾ അതാ പാതി അടഞ്ഞുപോയി. റോസാദളം പോലെയുള്ള ശംസുൽ ഉലമയുടെ ചുണ്ടടയുകയാ, കണ്ണടയുകയാ, കൈകാലുകൾ വഴിഞ്ഞു വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4 പതിറ്റാണ്ടുകാലം അഹ്ലുൽ സുന്ന വൽ ജമാഅത്ത് നേതൃത്വം നൽകിയ അതേ സൂര്യ തേജസ്സേ വഫാത്താവുകയാ. വഅഖീറു വൽ ഫാദി അദാനി മുഖാരിനൂ. അതിന്റെ അവസാനത്തെ വചനത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചവൻ ദഖലൽ ജന്ന, സ്വർഗത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിയങ്കോട്ടുകാര് സത്യത്തിന്റെ നേതാവല്ലേ ശംസുൽ ഉലമാ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മഹാസമ്മേളനം മനുഷ്യ മഹാസാഗരം തിരമാല തീർക്കുമ്പോ പുതിയങ്ങാടി കടപ്പുറത്ത് അറബിക്കളെല്ലാം തലക്കുമ്പോ നെഞ്ചു തിരുമ്പിയിരിക്കുകയാണ് മൗലാന കെട്ടിമാൻ മുസ്ലിയാർ. മുല്ലപ്പൂവിന്റെ സുഗന്ധമേ, പനിനീരിന്റെ നൈർമല്യമേ, എന്താ മജ്‌ലിസുന്നൂറിന്റെ പുണ്യം എന്ന് പറയാനാ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഞ്ചു തിരുമ്പിയപ്പോ, അസുഖം കൂടുതലായപ്പോ ഇറക്കിക്കൊണ്ടുവരികയാണ്. അതേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ രാത്രിയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞാൻ താഴെ നിൽക്കുന്നുണ്ട്. നീണ്ടുമലിഞ്ഞ മൗലാന കെട്ടിമാൻ മുസ്ലിയാരുടെ കയ്യിൽ നിന്ന് പിടിച്ച് താഴോട്ടിറക്കാനുള്ള മഹാ സൗഭാഗ്യം ഈ പാവപ്പെട്ടവരുണ്ടായി. തണുപ്പ് തുടങ്ങിയ കയ്യിന്റെ ഹിമത്തണുപ്പ് ഞാൻ ഇപ്പോഴും അനുഭവിച്ചറിയുകയാ. വണ്ടിയിൽ നിന്നിറങ്ങി ആംബുലൻസിലേക്ക് കയറ്റിയില്ലേ, കിടത്തിക്കൊണ്ടുപോകുമ്പോ പകുതി ദൂരം പിന്നിടവേ തന്റെ കയ്യിലുണ്ടായിരുന്ന, തന്റെ വായിലുണ്ടായിരുന്ന വെപ്പുകല്ല് മാറ്റിവെച്ചു. അതേ കെട്ടി ഉസ്താദിന്റെ കൈകൾ ഇങ്ങനെ നിവണ്ട് നീണ്ടു വരികയാണ്. അവിടെ ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമതല്ലി മരിച്ചില്ലേ മദീനീങ്ങള്? ആ മാർഗത്തിലാ മരിച്ചു പോകേണ്ടത്. പൊന്നുമ്മമാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ചാ നമുക്ക് മരിച്ചു പോകേണ്ടത്. അതിനാ മജ്‌ലിസുന്നൂറ് മദീനീങ്ങളെ തപസ്സു ചെയ്തിട്ട് മരണത്തിന്റെ വേളയിൽ 7 കടൽ കുടിച്ചാലും തീരാത്ത രാഗത്തിന്റെ വേദനയിൽ കിടന്നു കിടക്കുമ്പോ മദീനീങ്ങൾ നമ്മൾ സഹായിക്കണം. അതിനല്ലേ പൊന്നു ഹബീബേ മഹാനായ ഇമാമുന ഗസ്സാലി ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാൻ തന്റെ അനിയൻ ഇമാം മുഹമ്മദിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 2-3 തുണി കൊണ്ടുവാ, ഷോപ്പിൽ പോയി തുണി കൊണ്ടുവാ. അത് കൊണ്ടുവന്നപ്പോ ഇമാം ഗസ്സാലി തങ്ങൾ വുളൂ എടുത്തു, 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ടതാ കട്ടിലിൽ കയറി കിടന്നു. തന്റെ മാസ്റ്റർ പീസ് ഗന്ധമായ അതേ തന്റെ നെഞ്ചത്തേക്ക് കഴിച്ചു വെച്ചു. എന്നിട്ട് ഈ കപമ്പുട പോലെയുള്ള തുണി കാലിന്റെ അടിയിലേക്ക് തിരികെ വെച്ചു, കഴുത്തിന്റെ അടിയിലേക്ക് തിരികെ വെച്ചു. പിന്നെ അങ്ങ് ചിരിച്ചു. അനുജനൊന്ന് നോക്കുമ്പോ പുറപ്പെട്ട് കിടക്കുകയാ. തട്ടി വിളിച്ചു, ഇമാം ഗസ്സാലി ഇക്കാക്ക എന്താ കിടക്കുന്നത്? അനങ്ങളില്ല. മുഖത്തെ തുണിയെടുത്ത് മാറ്റിക്കൊടുത്തു. അപ്പൊ കിടന്ന് ചിരിക്കുകയാണ്. ഇമാം അഹമ്മദ് ചോദിച്ചു, ഇക്കാക്ക എന്താ ചിരിക്കുന്നത്? ഇമാം ഗസ്സാലി മിണ്ടുന്നില്ല. അപ്പൊ ഒന്ന് പിടിച്ചു കുലുക്കിയപ്പോ ആ ശരീരം മുഴുവൻ കുലുങ്ങിപ്പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതേ ദിഷണയുടെ തേജമഞ്ചമായിരുന്ന ഇമാം ഗസ്സാലി വഫാത്തായി. അതെ പുഞ്ചിരിച്ച മരണപ്പെട്ടത്. അതാണ് മജ്‌ലിസുന്നൂറിന്റെ പുണ്യം ഹബീബേ. വല്ലദ വല്ലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. നമ്മൾ പ്രസവിച്ചപ്പോ കരഞ്ഞുകൊണ്ടാ വന്നത്. ഞാനും നിങ്ങളും കരഞ്ഞുകൊണ്ടാ വന്നത്.
നമ്മൾ ചെറിയ കുട്ടികൾ ജനിക്കുമ്പോ ലേബർ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ പരിഭ്രാന്തരായി നിൽക്കാറില്ലേ? വൾച്ചാട്ടി റൂമിലുള്ളപ്പോ പുറത്ത് നമ്മൾ പരിഭ്രാന്തരായി നിൽക്കൂലേ? അവസാനം കുഞ്ഞിന്റെ ലേലെ എന്ന കരച്ചിലങ്ങ് മുഴങ്ങിയാൽ എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിടരില്ലേ? അതെ, നമ്മൾ കരഞ്ഞിട്ട് വരുമ്പോ ജനങ്ങൾ ചിരിക്കും. കുട്ടി ചിരിച്ചിട്ടില്ലെങ്കിൽ, കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ സിസ്റ്റർമാർ പിടിച്ചൊന്ന് കുലുക്കും. എന്നിട്ടും കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ വെക്കും. അതും കഴിഞ്ഞ് 15 മിനിറ്റ് ഒബ്സർവേഷന് ശേഷം കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആ കുട്ടി പിന്നെ ജീവിക്കില്ലെന്ന് വിധിയെഴുതും മെഡിക്കൽ സയൻസ്. അതേ, കുട്ടി കരയുന്നത് നമുക്ക് ആഹ്ലാദമാ. എന്നാൽ ഒരു ദിവസം വരാറുണ്ട്, വജഹത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. ഒരു ദിവസം നിന്റെ വീടിന്റെ മുമ്പിൽ ശാമിയാന കെട്ടാത്ത ഇതുപോലെയുള്ള ടാർപോളിൽ വെളിച്ചു കെട്ടി ഒരു പന്തലിരുന്നൊരു രാത്രി ദിവസം വരാറുണ്ട്. അന്ന് ആളുകൾ ഇങ്ങനെ കരയും. അതേ, ബഷീർ ഫൈസി മരിച്ചുപോയ നേരേറെ സ്നേഹിക്കുന്ന എന്റെ പെണ്ണുപ്പ കരയില്ലേ? ഉമ്മ കരയില്ലേ? ഭാര്യാസന്താനങ്ങൾ കരയില്ലേ? നമ്മുടെ മക്കള് പൊലിച്ചു പോയാ നമ്മൾ നിന്ന് കരയില്ലേ? പൊന്നു ഹബീബിങ്ങളെ, നമ്മൾ സ്നേഹിക്കുന്നവരൊന്ന് മരിച്ചുപോയാ നമ്മൾ കരയില്ലേ ഹബീബിങ്ങളെ? അപ്പോ ചിരിച്ചുകൊണ്ട് യാത്ര പോകാൻ നമുക്ക് കഴിയണം. അവിടെ പ്രിൻസിപ്പളായിമാരുണ്ട്. അതേ, ഈ നിഴൽ വിടർത്തിയ പമ്പുകളിൽ സായാഹ്നങ്ങളിൽ ആ വരാതയിൽ പണികൾ മറിച്ചിട്ട് ഇങ്ങനെ വികരിക്കാറുണ്ട്. ആ സമയത്താരും ക്യാമ്പസിലൂടെ നടന്നു പോകാറില്ല. അതെ, അവിടെ കുട്ടികൾ ഇങ്ങനെ പാട്ടും പതുങ്ങിയും ഹോസ്റ്റലിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് വെളുത്ത് കൊല്ലുന്നതിനുള്ള ഉയർന്നൊരു കുട്ടി ശംസുലമയുടെ കണ്ണിൽപ്പെട്ട് ശംസുലമല്ല ോ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പേടിച്ചുപോയി ആ കൊച്ചുകുട്ടി. ഒന്ന് ഹബീബിങ്ങളെ, ശംസുലമ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഉണ്ടാകാറില്ല. ശംസുലമ ഇറങ്ങി ഗാംഭീര്യത്തോടെ ആ ചാരികത്തേറെ ഇങ്ങനെ ജർമ്മണികൾ മറിച്ചിങ്ങനെ ഇരിക്കുമ്പോ അടുത്തു പോയി മുറിയാൻ ഭയപ്പെടുമ്പോ ശംസുലമ മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ്. ഭയപ്പെട്ടു പോയിട്ടുണ്ടാകും ആ പൊന്നുമാൻ. വെളുത്ത് കൊല്ലുന്ന കുറഞ്ഞ പൊന്നുമാൻ ശംസുലമ കുട്ടിയുടെ അരികിൽ വന്നിട്ട് ആ കുട്ടിയുടെ കയ്യിലിരുന്ന് വളർത്തുന്ന സോപ്പും വെട്ടി വാങ്ങുകയാ. അതേ, ആ പ്ലാസ്റ്റിക്കിന്റെ പെട്ടിയെന്ന് തുറന്നു. ദിവസങ്ങളായി കുളിച്ച് തേഞ്ഞ് പോയിരുന്ന ഒരല്ലിയുള്ള വാസന സോപ്പതിലുണ്ട്. അത് കയ്യിലെടുത്ത് ശംസുലമ എന്ന മഹാപണ്ഡിതൻ ചോദിക്കുകയാണ്, കുട്ടി ഇതെനിക്ക് തന്നേക്കുമോ? നിങ്ങളെനിക്ക് തരുമോ? ഇത് പറഞ്ഞു. ആ സോപ്പൊന്ന് ഞാൻ എടുത്തേവിട്ട് ആ കുട്ടി ഞെട്ടിപ്പോയി. എന്താ റബ്ബേ ഈ പറയുന്നത്? എന്ത് പ്രശ്നമായിട്ടുണ്ടായത്? വാസന തേച്ച് സോപ്പ് തേച്ച് കുളിച്ചത് അപകടമായോ? ബർക്കത്തിന്റെ സാവൂന, ഇത് നിങ്ങളുടെ മേട്ടുതേച്ച ബർക്കത്തിന്റെ സോപ്പ എന്ന് പറഞ്ഞ് കയ്യിൽ കൂട്ടിപ്പിടിച്ചു പോയ ആ മനുഷ്യനാരാന്നറിയോ? പേടിച്ച് വിറച്ചു പോയ കുട്ടി ആരാന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കഥ പറഞ്ഞ കടലുണ്ടിൽ പഴയോരത്തെ സ്നേഹവസന്തത്തിന്റെ ഭൂമരത്തണല്ലേ, യമനിന്റെ സൗഗന്ധിക പൂവേ, മശഹൂർഗത്തെ കൊടപ്പനക്കലെ പാണക്കാട്ട പൂക്കോയാന്റെ മുത്തുമോൻ സയ്യിദ് ഹൈദറലി ശിഹാബ്. അന്നവിടത്തെ
വിദ്യാർത്ഥിയാണ്, ആ മഹാൻ പൈലിയാണ്. വെളിയങ്കോട്ടുകാരെ, ദൂരെ നിന്ന് മാറിയിരിക്കുന്നവരെ മുസ്ലിം ലീഗിന്റെ നേതാവെന്ന പേരിലല്ല സമസ്തയുടെ ഈ മഹാനെ ഞങ്ങൾ ആദരിക്കുന്നത്. അവര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാ. അവഗണിക്കാൻ പറ്റൂല, ധിക്കരിക്കാൻ പറ്റൂല. പാണക്കാട്ട തങ്ങന്മാരോട് സ്നേഹമുണ്ടെന്ന് അതേ കുട്ടിൽ തേങ്ങയിടുന്നത് പോലെ പറയുന്നവര് ആ പാണക്കാട്ട പൂക്കോയാന്റെ പൊന്നുപോല പതിനായിരക്കണക്കിന് മജ്‌ലിസിനോട് കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അതേ ആത്മീയതയുടെ ആവേശമായി നിറഞ്ഞു നിൽക്കുന്നത് സംസുലമാ ശരീരത്തിൽ തേച്ച സോപ്പെടുത്ത് അരിമയോടെ സ്വത്തുപോലെ കൊണ്ടു നടന്നെങ്കില് സംസുലമക്കറിയാം പൂക്കോയാന്റെ മോന്റെ മഹത്വം അതറിയുന്നവരാ ഞങ്ങള്. ഹൈദരാലി തങ്ങളുടെ മഹത്വം അറിയുന്നവരാ ഞങ്ങള്. പൊന്നു പെങ്കന്മാരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ മജ്‌ലിസിനോട് ഇവിടെ നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് പറമ്പിലേക്ക് മാറ്റിയാൽ ഞങ്ങളാരെയും കുറ്റം പറയാനല്ല, ഞങ്ങളാരെയും തെറി പറയാനല്ല. അങ്ങനെയൊക്കെ മാറ്റിയിട്ട് പോലും ഇന്ന് അഭിവന്ദനായ തങ്ങളും പാപ്പ വന്നപ്പോ ആളുകൾ എത്രയാ ഒരുമിച്ച് കൂടിയത്, നോമ്പ് നോക്കി എത്ര ആളുകളാ ഒരുമിച്ച് കൂടിയത്. അതേ കയ്യിൽ വിരലിലെണ്ണാൻ മാത്രം ആളുകളുള്ള സമസ്തയുടെ ആളുകളുള്ള ഈ വെളിയങ്കോട് പ്രിയപ്പെട്ടവരെ, എത്ര ദൂരെ നിന്നാ സഹോദരിമാരോട് എത്തിയിട്ടുള്ളത്, എത്ര ആളുകളാ കടന്നു വന്നിട്ടുള്ളത്. ആൾക്കൂട്ടത്തിന്റെ ഇരമ്പമല്ല, ഇതൊരാൾ വിശ്വസിച്ചാ മതി, ഒരാളെങ്കിലും പുണ്യമായി കരുതിയാ മതി. അതുകൊണ്ട് ആഴ്ചയിലോ മാസത്തിലോ ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മജ്‌ലിസിനോടുമ്പോ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ വരണം. ഇത് ബദരീങ്ങളുടെ സദസ്സല്ലേ, അല്ലാഹുവോട് നമുക്ക് ദുആ ചെയ്യാം, ബദരീങ്ങളെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് പുഞ്ചിരിയോടെ മരിക്കാനാ, വേറെ ഒന്നുമല്ല. ഹബീബികളെ, കരുണക്കടലായ തമ്പുരാൻ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പൊന്നെ, ആ ത്യാഗം മറന്നുപോകല്ലേ. നാളത്തെ പകലില് ഇന്ന് നമ്മൾ ഈ ഉറക്കമൊഴിച്ചിരിക്കുന്ന ഇതേ 16ന്റെ രാത്രിയില് 10ന്റെ മലഞ്ചെരുവിൽ അവരിങ്ങനെ പാതി ഉറങ്ങിക്കിടക്കുകയാണ്. അല്ലാഹ്, ഞാനൊരു സംഭവം പറയാൻ വിട്ടുപോയി. ത്യാഗമെവിടെ നമ്മൾ സഹിച്ചത്? ഒരു സഹാബിവരൻ മുന്നിലോട്ട് ഇങ്ങനെ യുദ്ധക്കളത്തിൽ പടപടക്കം ആക്കി മുന്നോട്ട് പോകുമ്പോ, പിന്നൽപ്പിറവായി കടന്നു പോകുമ്പോ അവരുടെ വലത്തെ കയ്യിൽ ഒരു വെട്ട് കിട്ടി. കയ്യിന്റെ മാംസം മുറിഞ്ഞു, എല്ലും മുറിഞ്ഞു. പിന്നെ കുറച്ച് മാംസത്തിലും തോലിലുമായി തൂങ്ങിയാടാൻ തുടങ്ങി. കുമുകുമാ രക്തമൊഴുകാൻ തുടങ്ങി. എല്ലിന്റെ ഉള്ളിൽ നിന്നും മറ്റ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. ഇടത്തെ കയ്യിലേക്ക് വാള് ചാടി പിടിച്ചെടുത്തു. എന്നിട്ട് മുന്നോട്ട് ഗമിക്കുമ്പോ ഈ കയ്യിന്റെ ബാലൻസ് പോയി, മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല. ആ സഹാബിക്ക് ദേഷ്യം വന്നു, വാള് നിലത്തേക്കിട്ടു. അല്ലാഹ്, ഈ കയ്യിലെ വലത്തെ കൈ ഇടത്തെ കൈ കൊണ്ടങ്ങ് പിടിച്ച് വായിലേക്ക് വെച്ചു. എന്നിട്ടങ്ങ് കടിക്കാൻ തുടങ്ങി. അവശേഷിക്കുന്ന മാംസമങ്ങ് കടിച്ചു, തോലങ്ങ് കടിച്ചു. പക്ഷേ മുറിയുന്നില്ല. കടുത്ത കടികൾ കടിച്ചിട്ട് മുറിയുന്നില്ല. പച്ച രക്തമല്ലേ, പച്ച ശരീരമല്ലേ, അതിങ്ങനെ വഴുതി മാറുകയാണ്. തോല് മുറിയണില്ല. ആ സഹാബിക്ക് വീണ്ടും ദേഷ്യം വന്നു. അദ്ദേഹം റുക്കോയിലെന്ന പോലെ കുനിഞ്ഞു നിന്നു. റുക്കോയിലെന്ന പോലെ കാലങ്ങ് നിലത്തുവെച്ചോ, കയ്യങ്ങ് നിലത്തുവെച്ചോ. അല്ലാഹ്, വലത്തെ കാൽപാദം ഈ കയ്യിന്റെ മുകളിലങ്ങ് കയറ്റി വെച്ചു. എന്നിട്ടതാ മുകളിലേക്കങ്ങ് പൊന്തി. എന്റെ കയ്യിന്റെ, നിങ്ങളുടെ കയ്യിന്റെ അവിടെ ഇപ്പൊ വേദനിക്കുന്നില്ലേ? അലാസ്റ്റിക് നേടുന്നത് പോലെ, റബ്ബർ നേടുന്നത് പോലെ കയ്യിന്റെ മാംസമതാ, ഈ തോലതാ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് പൊട്ടി. ആ കയ്യെടുത്തുകൊണ്ട് മാറ്റിയിട്ടുകൊണ്ട് ആ താല്പര്യം പറഞ്ഞു, കയ്യേ, എനിക്ക് നിന്നോട് വലിയ പ്രിയമായിരുന്നു, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപെടാനുള്ള പ്രിയം. പക്ഷെ ഇപ്പൊ എനിക്ക് നീ ഭാരമാ.
നാളെ സ്വർഗത്തില് ഭാഗ്യം കിട്ടിയ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചില്ലേ? അങ്ങനെ എത്രയെത്ര മനോഹരമായ, എത്രയെത്ര വേദനാജനകമായ, ത്യാഗനിർഭരമായ പോരാട്ടങ്ങളാ ബദറിലുണ്ടായത്. ഇങ്ങനെയാണ് ബദറുണ്ടായത്, സ്വണിമഭൂത ബദറിന്റെ സമരഗാഥയുണ്ടായത്. അതുകൊണ്ട് മറന്നു പോകണ്ട. ബദരീകൾ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നീണ്ടു പോകുന്ന ഈ പ്രസംഗം. ഓഹോ, ഭക്ഷണം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിർത്തരുത്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഉണ്ടാ? ഓഹോ, ഒരു ആംബുലൻസ് വിളിക്കുക. ആംബുലൻസ് 999 എന്നെ കൊണ്ടുപോകാൻ. ബദര് പറഞ്ഞുകൊണ്ടൊരു ആവേശം വന്നു പോയതാ. പിന്നെ നിങ്ങളുടെ ഈ സ്വച്ഛന്തമായ സദസ്സ് നമുക്ക് യാസീനും ദ്വാരക്കനെ കണ്ടില്ല. അപ്പൊ വർക്കത്തിൻ്റെതാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ബദരീങ്ങളോട് കൂടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവെ, ദയലാസ്റ്റിന്റെ ഉസ്താമാര് പേർക്കും ഞാനത് പറഞ്ഞു വലിയ വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുത്തരസൊൽമീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ ഭൂമേ തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. 14 നൂറ്റാണ്ട് മുമ്പ് മദീനയിൽ ആദരവായ റസൂലുള്ളാഹിന്റെ കാലത്ത് ഞാനും നിങ്ങളും ഒരു മുന്തിരി വള്ളിയായി റസൂലുള്ളാഹിന്റെ വീടിന്റെ മുമ്പിലുണ്ടായിരുന്നുവെങ്കിൽ മദീനയിലെ പ്രഭാതങ്ങളിൽ മാത്രം വീശുന്ന സഫാ എന്ന് പറയുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റ് മുസ്തഫാന്റെ നൂറാനിയത്തിന്റെ തിരുശരീരത്തെ തഴുകി ഒഴുകി പിന്നെ മുന്തിരി വള്ളി പടരുമല്ലോ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമരം തോൽക്കുന്ന പാദതന്റെ തളിർമേനി തോളിൽ പകിച്ചേന ഞാൻ ബദറിൽ ശരങ്ങൾ തടുപ്പേന ഞാൻ ഭാരം ചുമന്ന് നടന്നേന ഞാൻ. ആരംഭഭൂമാന്റെ കാലത്ത് ഹബീബായ പ്രവാചകൻ സഞ്ചരിക്കാറുള്ള ഖസ്വ എന്ന് പറയുന്ന ഒട്ടകം ബസീറായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ, 100 കൂട്ട മുസ്തഫാന്റെ തിരുശരീരം നമ്മുടെ മുതുകിലേക്ക്, ശാമിലേക്ക്, യമനിലേക്ക് നടന്നു പോകാമായിരുന്നില്ലേ? എന്തിന് റസൂലുള്ള ജീവിച്ച കാലത്ത് മദീനയിലെ മണൽത്തരിയായിരുന്നെങ്കിൽ സഹാബത്ത് നമ്മുടെ മുതുകിൽ ചവിട്ടി നടന്നുപോയേനെ. എന്തിന് റസൂലുള്ളാഹിന്റെ റൗളയുടെ ഒരു ചാരത്ത് 14 നൂറ്റാണ്ട് കൊണ്ട് പൂത്തുല്ലസിച്ചു നിന്ന ഈ തപ്പൂപ്പുവലിയൊന്ന് ഞാനായിരുന്നെങ്കിൽ റൗളയിൽ നിന്ന് കാറ്റ് വീശുമ്പോ ഈ തപ്പനയായ എന്റെ പട്ടയിലും വന്ന് പതിക്കുമായിരുന്നല്ലോ. എന്തിന് റസൂലുള്ള ജീവിച്ച കാലത്ത് ഞാനൊരരിപ്രാവായിരുന്നെങ്കിൽ ഹബീബിന്റെ പള്ളിയുടെ മസ്ജിദുൻ നബവിയുടെ മിനാരത്തിന്റെ തണുപ്പിൽ കൂട്ടുകൂടി കുറുകിയിരിക്കാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ ജനിച്ചു പോയത് ദേശമംഗലത്താം, നിങ്ങൾ ജനിച്ചത് പല പല നാട്ടിലാ. 14 നൂറ്റാണ്ട് പിൻവന്നതിന് പാപി മണ്ണിൽ പിറന്നു വീണോ പുണ്യ റസൂലിന്റെ പരപങ്കജം
പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ വീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളി പടപ്പായെങ്കിൽ നിത്യവും ഭൂമേരി തഴുകും തന്നൈ എന്നെയും തഴുകി തണുപ്പിച്ചേനെ നഫസീൽ ഹേ നഫസീൽ ഹേ നഫസീൽ ഹേ നമഹൽ സറാ തേരാ ഫർസ് ഹേ വഹി പൂരിയാ. എന്നതുവരെ ശ്രവിച്ച പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് സ്നേഹം തിരിച്ചു നൽകുന്നു. ലോകമെമ്പാടും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇത് ശ്രവിച്ച എല്ലാവർക്കും പ്രാർത്ഥന തിരിച്ചു തരുന്നു. ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നിന്ന് ആരോ നമ്മുടെ സഹതാരോ അപ്ലോഡ് ചെയ്തപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നു. ഇപ്പൊ അതൊരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഫേസ്ബുക്കിൽ ഇത് വീണ്ടും റീഷെയർ ചെയ്യപ്പെട്ട് ദുആ വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നവരിലുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്ന് റാസിക്കിനെ പോലെയുള്ള, അതുപോലെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സൈബർ വിങ്ങിന്റെ കരുത്തരായ പ്രവർത്തകന്മാർ, സഹദനെ പോലെയുള്ള, അമീറുന്നൂരിനെ പോലെയുള്ള, നമ്മുടെ ജിഫ്രി തങ്ങളെ പോലെയുള്ള, പൂക്കോയ തങ്ങളെ പോലെയുള്ള കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ യുഎയിലെയും കേരളത്തിലെയും വളരെ പ്രഗത്ഭരായ പ്രവർത്തകന്മാർ ധാരാളം ആളുകൾ അവസ്ഥ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൊന്നാലിയിൽ നമ്മുടെ SKSUവിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ വന്നിട്ടുണ്ട്. റസാഖ് സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ നീണ്ടുപോവില്ല. ചോറ് പാക്ക് ചെയ്യാനോടെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ലാസ്റ്റ് വേർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.